അത് കഴിഞ്ഞിട്ട് എന്നെ ആശ്രമത്തിൽ കയറി പോയപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയാമോ? കൊത്തിയോട് ഞാൻ കുത്തി തരും, ഇതെങ്ങാനും നീ ചെന്ന് എന്ന് പറഞ്ഞ് എൻ്റെ ബൈക്ക് ഇട്ടിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇയാൾ അങ്ങ് പോയപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ അപ്പാന്ന് പറഞ്ഞ് ഇറങ്ങി കയറി ആശ്രമത്തിൽ ഓടി. ഇപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹത്തെ പറ്റിയാണ് ഈ പറഞ്ഞ ചന്ദ്രബാബുവും അല്ലെങ്കിൽ മറ്റാൾക്കാരും എന്തോ ഒരു മോശം കാര്യം ചെയ്ത പോലെ പറയുന്നത്. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണവും അവരുടെ ആധ്യാത്മിക വിഷയം പോലൊന്നും അങ്ങനെ പറയാനും സംസാരിക്കാനൊന്നും അത്ര അറിയുന്ന ആളല്ല. എന്നാലും ഇപ്പം അമ്മേനെയും ചാച്ചനെയും ഒക്കെ പറ്റിയിട്ട് വേണ്ടാത്ത രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായി. സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ആധ്യാത്മികമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ, പോസിറ്റിവിറ്റിയെക്കുറിച്ചും നമ്മളൊരു ആശ്രമം എങ്ങനെയാണ് ആശ്രമത്തിൽ നമ്മൾ ജീവിക്കേണ്ടതെന്നും ഗുരുമാർഗം എന്താണെന്നും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തു വരുന്നത്. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് നിങ്ങളോട് പറയാൻ ഞാൻ നിർബന്ധിതയായിരിക്കുകയാണ്. അതിൻ്റെ കാരണം ചന്ദ്രബാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച്, അതായത് എൻ്റെ ആദ്യ വിവാഹത്തിലെ വ്യക്തിയെക്കുറിച്ച് അയാൾ പോയി അദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ചിട്ട് ആ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞ് എൻ്റെ ജീവിതത്തെക്കുറിച്ചോ ഇല്ലാത്ത ഒരുപാട് കഥകൾ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ അത് ഗുരുവാണ് ഇതിനെല്ലാം ഉത്തരവാദി. അതായത് എൻ്റെ ഗുരുസ്ഥാനിയെ അഭിവന്ദ്യ ശിഷ്യപൂജിതയാണ് എൻ്റെ ആദ്യ വിവാഹം തകർക്കാനുള്ള കാരണമെന്നും, അപ്പോൾ എല്ലാ കുറ്റവും ഗുരുവിൻ്റെ മേലിൽ ചുമത്തിക്കൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള ഈ ഒരു കുപ്രചരണം ഇങ്ങനെ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധിക്ഷേപിക്കുകയും മറ്റുള്ള രീതിയിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, അപ്പോൾ ഇങ്ങനെ നിരന്തരം ഈ അധിക്ഷേപം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ശ്രീജിത്ത് പറയുന്ന ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വഴി വ്യക്തിപരമായിട്ട് ഞങ്ങളെ അധിക്ഷേപിക്കുക, ആ ഒരു രീതിയിലൂടെ ഞങ്ങളെ നിശബ്ദരാക്കി ഞങ്ങൾ സംസാരിക്കാതാവുക, അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള കള്ളക്കഥകൾ പറഞ്ഞ് മോശമായ രീതിയിൽ എൻ്റെ ഗുരുവിനെയും ആശ്രമത്തെയും ഇവിടെയുള്ള സന്യാസിമാരെയും എല്ലാവരെയും കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ തുറന്നു പറയാൻ ഞാൻ നിർബന്ധിതയായതാണ് കേട്ടോ. മറ്റുള്ള വ്യക്തികളെ അപമാനിക്കാനോ അവരുടെ കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ പറയാനോ ഒന്നും സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ പ്രവർത്തിച്ചു കൂട്ടിയിട്ടുള്ള ഈ കാര്യങ്ങൾ ഇനിയെങ്കിലും അവർക്ക് സ്വയം ഒന്ന് വിചിന്തനം ചെയ്യാനും തൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെട്ട് അതിലൊന്ന് വിഷമിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഇവർ കാണണം. അപ്പോൾ എന്നെക്കുറിച്ചുള്ള ഈ കള്ളക്കഥകൾ ഇങ്ങനെ പല രീതിയിൽ ഈ പരമ്പരയിലും മറ്റു പുറത്തും ഒക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാലങ്ങൾ കൊണ്ട് ഇത് സഹിക്കുമ്പോഴും ഞാൻ പലപ്പോഴും ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പറയണമെന്ന്. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെ സ്വഭാവം അനുസരിച്ച് നമ്മൾ മനസ്സിലൊന്നും പുറത്ത് വേറൊന്നും ആ രീതിയല്ല, നമ്മൾ തനി സ്വഭാവത്തിൽ നമ്മൾ സംസാരിക്കുന്നു, ഉള്ളതുപോലെ പറയുന്നു. ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ ഒരുപാട് ഫോളോവേഴ്സിനെയോ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ മറ്റേ വ്യക്തി, അതായത് എൻ്റെ ആദ്യ വിവാഹത്തിൽ ആ വ്യക്തിക്ക് ഇതിനുള്ളൊരു കഴിവുണ്ട്. അതായത് ഉള്ളിൽ അയാൾ മറ്റുള്ളവരെ പുച്ഛിക്കുമ്പോഴും പുറത്തവരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും തമാശ പറയാനും ആളുകളെ കയ്യിലെടുക്കാനും വശീകരിക്കാനും ഉള്ള ഒരു അപാരമായ കഴിവ് ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കള്ളക്കഥകൾക്കാണ് ഇവിടെ പ്രചാരണം കിട്ടിയത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഈ പരമ്പരയിലുള്ളവരൊന്നും അറിയണ്ടേ, എൻ്റെ കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോഴൊക്കെ ശ്രീജിത്ത് പറഞ്ഞു ഇത് നമ്മളൊന്നും പറയണ്ട, നമ്മൾക്ക് വന്നത് നമ്മൾ സഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് എന്നെ എപ്പോഴും തടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഗുരുവിനെതിരെ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ, കാരണം നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യവും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിനും എല്ലാം ഗുരുവാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ പലപ്പോഴും ഈ ചന്ദ്രബാബു എന്ന വ്യക്തി വീഡിയോയിൽ പറയുന്നുണ്ട്, എന്താ നിങ്ങൾ കാര്യം തുറന്ന് പറയത്ത, അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ടല്ലോ, അതെന്താ നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു, അപ്പം നിങ്ങൾക്ക് എന്തോ ഇത് ഇയാൾ വിചാരിക്കുന്നത് നമുക്കെന്തോ പറയാൻ പേടിയുള്ളത് കൊണ്ടെന്നാണ്. പക്ഷേ ശ്രീജിത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ വളരെയധികം ഈ മറ്റുള്ളവരോട് വളരെ കമ്പാഷനുള്ള ഒരു വ്യക്തിയാണ്. എന്ത് തെറ്റ് ചെയ്താൽ അത് കുഴപ്പമില്ല, തെറ്റ് ചെയ്തോട്ടെ, നമ്മൾ കാണണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത് ഇനി പറഞ്ഞ അയാളെ ഇനി വിഷമിപ്പിക്കേണ്ട, ആ ഒരു കാര്യം മറ്റുള്ളവരെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ എന്നെ കൊണ്ട് തുറന്നു പറയാൻ സമ്മതിക്കാത്തത്.
മനസ്സിലായി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇതുവരെയും ഞാൻ ഇതിനകത്തേക്ക് വിശദവിവരങ്ങളിലേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, അതും ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്, ആ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പരമ്പരയിൽ അത്രയധികം കള്ളക്കഥകൾ പറഞ്ഞ് പരത്തപ്പെട്ടിരിക്കുന്നു വർഷങ്ങളായിട്ട്. അത് ഒരുപാട് നാളുകൊണ്ട് സഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ വിവാഹം എങ്ങനെ നടന്നു എന്നുള്ളൊരു കാര്യം ചെറുതായിട്ടൊന്ന് പറയാം. അത് എനിക്കൊരു 13 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടു കിടക്കുന്ന, ഒരു ഹിന്ദി ഫിലിമൊക്കെ കണ്ടു കിടക്കുന്ന ഒരു കുട്ടി ആ ഒരു ഇമാജിനേഷനിൽ അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ഭാഗം ഇത് കൊള്ളാം സിനിമയിലൊക്കെ പോലെ. പക്ഷെ ഇങ്ങനെ ഒരാൾ വന്ന് പറയുമ്പോഴും നേരെ ഞാൻ ചെന്ന് എൻ്റെ ഗുരുവിനോട് പറഞ്ഞു. കാരണം ഗുരു എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ഗുരുവിനോടാണ് ഏറ്റവും വലിയ രഹസ്യം പറയാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഞാൻ എന്ത് പറയണം? അപ്പോൾ ഗുരു പറഞ്ഞത്, മോളിപ്പോൾ കൊച്ചുകുട്ടിയല്ലേ, അത് വലുതാവുമ്പോൾ ഗുരു ആലോചിച്ച് വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞു, എന്നെ വിട്ടു. പക്ഷേ ഗുരു ആ വീട്ടുകാരെ വിളിക്കുകയും ഇങ്ങനെ അവർ ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയും ഗുരു അതൊരു സംസാരിച്ച് അതൊരു ആലോചന പോലെ വരികയും പിന്നീട് ഞാൻ കോളേജിലെത്തുമ്പോൾ ഇവർ വീട്ടിൽ വന്നു. അപ്പോൾ ഒരു കല്യാണം പോലെ ആ ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഈ വിവാഹം വേണ്ട, ഇത് ഡിവോഴ്സ് ആവുമെന്നും. അത് പുള്ളിയുടെ കൊച്ചച്ഛനും വൈഫും ഒക്കെ തന്നെ എറണാകുളത്ത് വന്ന് ഗുരു ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതും പിന്നെ ഇതിൽ നിന്ന് പിന്മാറണം, ഇതെല്ലാം ഇങ്ങനെ പല 4 വഴിക്കും ആളുകൾ പറയാണ്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചന്ദ്രബാബു പറഞ്ഞായിരുന്നു, ഒരു കലാകൗമുദിയിലുള്ള ഒരു ചേട്ടൻ, എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു. ആ കസിൻ ചേട്ടൻ്റെ അടുത്ത് എൻ്റെ ആദ്യ ഭർത്താവ് അവരുടെ വീട്ടിലിരിപ്പുണ്ട്. ചന്ദ്രബാബു എൻ്റെ ആ ചേട്ടനെ, ആ പത്രപ്രവർത്തകനെ കണ്ടപ്പോൾ അന്ന് വീട്ടിൽ വന്ന ഒരാളെ കാണാമെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിൽ പോയി ഇയാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വ്യക്തി പറഞ്ഞു എന്ന്, അഭിമന്യ ശിഷ്യപൂജിതയാണ് ഈ അയാളുടെ ജീവിതം തകർക്കാനായിട്ട് ശ്രീജിത്തിനെ അയച്ചതെന്നും അങ്ങനെയുള്ള വളരെ മോശമായ കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു എന്ന് വളരെ വസ്തുനിഷ്ഠമായിട്ട് വീഡിയോയിലിരുന്ന് പറയുന്നുണ്ട്. എനിക്കിവിടെ ഒരു കാര്യം പറയാനുള്ളത്, ആ ചേട്ടൻ, അത് എൻ്റെ ഒരു കസിൻ ചേട്ടനാണ്, ആ ചേട്ടൻ്റെ അച്ഛൻ ഒരു മനോഹരൻ അങ്കിൾ എന്ന് പറഞ്ഞൊരു അങ്കിളുണ്ട്. ഈ അങ്കിളിതാണ് എൻ്റെയും ഈ ആദ്യ ഭർത്താവിൻ്റെയും കല്യാണം ആകാറുള്ള സമയമായപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു നീണ്ട കത്തെഴുതി, ഈ സാറിൻ്റെയും എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെയും അവരുടെ ഫാമിലിയിലും ഈ മോളെ അയക്കരുത്. കാരണം എൻ്റെ അച്ഛൻ KSRTCയിൽ DTO ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അമ്മയും ആ KSRTCയിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ഒരു വ്യക്തി, അത് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർ ആ ഒരു കോക്കസിലുള്ളതാണ്. അവരുടെ വീട്ടിൽ നിങ്ങളുടെ മോളെ അയക്കരുതെന്ന് എൻ്റെ അമ്മയ്ക്ക് വ്യക്തമായിട്ട്, മാത്രമല്ല എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അച്ഛൻ അങ്ങനെ കുറച്ച് കേസുകളും ഭയങ്കര പോലീസ് ഓഫീസർ ആയിരുന്നതുകൊണ്ട് ഒരുപാട് ഈ തടവും ഈ കേസും സസ്പെൻഷനും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു ഭീകരമായ രീതിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയിൽ മോളെ അയക്കരുത് എന്ന് പറഞ്ഞ് കമലം ഇത് ചെയ്യരുത് പറഞ്ഞ് കത്ത് വ്യക്തമായി എഴുതിയത് ഈ ചേട്ടൻ്റെ അച്ഛൻ തന്നെയാണ്. പക്ഷെ ഇതെൻ്റെ അമ്മയ്ക്ക് അതുകൊണ്ട് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ കൊച്ചുകുട്ടി 13 വയസ്സിൽ, പിന്നെ അന്ന് 18-19 വയസ്സിലൊരു ഫിലിം സ്റ്റൈലിൽ ആ ഒരു രീതിയിൽ വന്നപ്പോൾ എനിക്ക് നമ്മൾ ക്ലോസ് ആയല്ലോ, കുറച്ചൊക്കെ സംസാരിച്ച് നമ്മൾ അടുപ്പമാവുമല്ലോ. അപ്പോൾ എനിക്ക് ഈ കല്യാണം മതി എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ നിന്നപ്പോൾ അമ്മ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു കേട്ടോ ഇത് വേണ്ടാന്ന്. പക്ഷെ ഞാനാണ് പിന്നെ അത് വേണം എന്നുള്ള രീതിയിൽ, അതാണ് എനിക്ക് പറ്റിയൊരു തെറ്റെന്ന് പറയുന്നത്. ഇനി വേറൊരു വിഷയം, ഇപ്പോൾ ഈ വ്യക്തി എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് ഒരു കസിനുണ്ട് എനിക്ക് വേറെ, അത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ മോനാണ്. ഈ മകൻ അന്ന് എറണാകുളത്ത് പഠിക്കുന്ന സമയമാണ്, പോളിടെക്നിക്കിൽ. അപ്പോൾ ഈ കല്യാണം നിശ്ചയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവരും ഇത് ഭയങ്കരമായിട്ട് എതിർത്താണ്. എന്താ കാര്യം, ഈ പറഞ്ഞ വ്യക്തിക്ക് അവിടെ പിന്നെ കഠിന തടവിന് 1 വർഷത്തെ തടവിന് വരെ ശിക്ഷിക്കപ്പെട്ട ആളാണ്. അവരുടെ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവളെ അയക്കരുത്, ഞങ്ങൾ ആ ഒരു ഇതിന് ഇല്ല എന്ന് ആ വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞു. അന്നും അമ്മ പറഞ്ഞു, മോളെ ഇത് വേണോ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ ഇത് വേണോ എന്ന് പറഞ്ഞിരുന്നു. അതാണല്ലോ, അപ്പോൾ എനിക്ക് നല്ല അടി കിട്ടേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് എനിക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, വേറെ കാര്യം. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഇങ്ങനെ ഇയാളുടെ തനി കഥകളെല്ലാം അറിയുന്നവർ തന്നെ ഇയാളുടെ ഈ ഒരു സംസാരത്തിൽ വീണു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇയാളുടെ ഈ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഒരു വശീകരണ സ്വഭാവത്തിൽ വീണു പോകുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് 19 വയസ്സുള്ളപ്പോൾ പിന്നീട് ഗുരു ഇത് പരസ്യമായിട്ട് ഒരുപാട് സ്ഥലത്ത് ഈ കല്യാണം എതിർത്തു. പക്ഷെ അത് എന്തോ ഒരു വശത്ത് ഗുരു ഒരു കല്യാണ ആലോചന പോലെ കൊണ്ടുവന്നു, മറുവശത്ത് ഗുരു പബ്ലിക്കായിട്ട് ഗുരു ഇത് എതിർത്തു. പക്ഷെ ഞാനിത് ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു എന്നോട് ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ വിചാരം ഇത് വെറുതെ എല്ലാവരും പറഞ്ഞുകൊണ്ടാക്കുന്നതാണെന്ന്. അതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ പോയത്.
പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ചിലപ്പോൾ ചില കാര്യങ്ങൾ ഗുരുക്കന്മാർ പ്രവർത്തിക്കുന്നതിൻ്റെ ഇപ്പം ശ്രീകൃഷ്ണൻ എങ്ങനെയൊക്കെ മഹാഭാരത യുദ്ധത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. അത് ആ പല പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി ഗുരുക്കന്മാർ ചെയ്യും. അതുപോലെ ചെയ്തതാണ് ഗുരു. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ അന്ന് ഒരു കല്യാണാലോചന പോലെ കൊണ്ടുവന്നു, എന്നിട്ട് അത് മുടങ്ങുന്ന പോലെ അത് മുടങ്ങി ആ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഈ ഡിവോഴ്സും ഇന്നത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുമായിരുന്നു അല്ലേ. അതിന് പകരം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാക്കാൻ ഗുരു ഒന്ന് ശ്രമിച്ചതായിരിക്കും. പക്ഷെ എന്തായാലും എൻ്റെ കർമ്മഗതി പോലെ അത് ഞാൻ പെട്ടു എന്ന് തന്നെ പറയാം. പിന്നീട് എന്തായാലും 19 വയസ്സൊക്കെ ആയപ്പോൾ പിന്നെ ഈ കല്യാണം എന്നാ വേണ്ടാന്ന് വെച്ചൂടെ എന്ന് ആരൊക്കെയോ ഗുരുവിനോട് പബ്ലിക് മീറ്റിംഗിൽ ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, ഇനി പിള്ളേരെ അടുത്തിട്ട് ഇനി ഞാൻ അവരെ പിരിക്കാൻ ഞാൻ എന്താ അത്ര ക്രൂരനാണോ, ഇനിയിപ്പോൾ എന്തായാലും നടക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും കുറേ നാളിന് ശേഷം ഈ വ്യക്തിയുടെ അച്ഛൻ ഇരുന്ന് ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇഷ്യൂസ് പിന്നീട് ഉണ്ടായ സമയത്ത് എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞതാണ്, ഈ വിവാഹത്തിന് ഞാനല്ലായിരുന്നോ മൂകസാക്ഷിയെന്ന്. അപ്പോൾ ഗുരു ഈ വിവാഹത്തിന് അങ്ങനെയാണ് ഗുരു ആ വിവാഹത്തെ ഗുരു വിഷമത്തോടെ തന്നെയാണ് ഗുരു അത് നടത്തിയത്. പക്ഷെ ഗുരു പറഞ്ഞു ഇനിയിപ്പോൾ പെട്ടെന്ന് നടത്തണം, ഇനി താമസിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു കാരണം ഉണ്ടായിരുന്നു. കാരണം ആ 19 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് പെട്ടെന്ന് 2 വർഷത്തിനുള്ളിൽ എൻ്റെ അമ്മ മരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മോളല്ലേ ഉള്ളൂ, അച്ഛനില്ല, സഹോദരങ്ങളില്ല. അപ്പം ഞാനൊരു അനാഥയെ പോലെ എറണാകുളത്ത് കടന്ന് അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് അവിടെ ഇവിടെയൊക്കെ പോയി കടന്ന് കറങ്ങേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഗുരു ഈ ഒരു വിവാഹത്തിലൂടെ എന്നെ ഇവിടെ ആശ്രമത്തിനടുത്ത് എത്തിച്ചു. അപ്പം അത് ഗുരുവിൻ്റെ ഒരു കാരുണ്യം തന്നെയാണ്. പിന്നെ എൻ്റെ കുട്ടികൾ, അത് ഗുരു പിന്നീട് പറഞ്ഞു, ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് അവളെ അവിടെ അയച്ചതെന്ന്. അപ്പം ഗുരു ആ കല്യാണം നടത്തിയപ്പോൾ ഗുരുവിനറിയാം ഇത് ഡിവോഴ്സ് ആവും, പ്രശ്നമാവും. പക്ഷെ ഗുരു ഈ എൻ്റെ 2 മക്കളെ അവർക്ക് വേണ്ടിയാണ് എന്നെ അവിടെ അയച്ചതെന്ന് ഗുരു പബ്ലിക്കായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ എന്തായാലും പോയി ഡിവോഴ്സൊക്കെ ആയിട്ട് വരട്ടെ, എന്നാലും 2 കുട്ടികൾ, ആ കുട്ടികളെ ഗുരുവിന് വേണം. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ ഒരു വലിയൊരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എൻ്റെ കുട്ടികളെ സംബന്ധിച്ച് അവരെ കാണുകയോ, അതായത് ആദ്യ ഭർത്താവിൻ്റെ കുടുംബത്തിൽ അവർക്ക് യാതൊരു ബന്ധവുമില്ല, അവരെ കാണുകയോ അവരുമായിട്ട് മിങ്കിൾ ചെയ്യേണ്ടി വരികയോ അവർക്ക് ചെയ്തിട്ടില്ല. അവർ ഇവിടെ തന്നെ വളർന്ന് ഇത്രയും പ്രായത്തിനിടയ്ക്ക് അവർ ഞങ്ങളോടൊപ്പം വളർന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അവരുടെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നുള്ള എന്തെങ്കിലും ദോഷമോ ഇനി എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ വരുമല്ലോ, അമ്മയുടെ അച്ഛൻ്റെയും കുടുംബത്തിലുള്ള പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും കുറവുകൾ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാനുള്ള വഴി മറ്റെല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുള്ള പോലെ ഗുരു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഇവിടുത്തെ കുട്ടികളാണ്, ഞങ്ങളുടെ കൂടെ വളരേണ്ട കുട്ടികൾ തന്നെയാണ്. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, അതിപ്പോൾ മറ്റെല്ലാ കുടുംബങ്ങളിലും ഉള്ള പോലെ അത് പറയാൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷെ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നത് പോലെ അന്നത്തെ കാലത്ത് ഞാനും എൻ്റെ ആദ്യ ഭർത്താവും അവരുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ ഓടി ആശ്രമത്തിലെത്തിയപ്പോൾ ഗുരുവിനെ അഭയം പ്രാപിച്ചു. ഞങ്ങളുടെ അവസ്ഥ കണ്ട് ഗുരു ഞങ്ങൾക്കിവിടെ താമസിക്കാനുള്ള സൗകര്യവും ചെറിയ ജോലി എനിക്ക് സ്കൂളിലും പുള്ളിക്ക് അവിടെ ആയുർവേദത്തിലൊക്കെ കൊടുത്തു. ഞങ്ങൾ ആ ഒരു പരിമിതമായ സാഹചര്യങ്ങളിൽ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഒരു രീതിയിൽ ഇവിടെ ജീവിക്കുകയാണ്. പുള്ളി ഒരു ആസ്മ പേഷ്യൻ്റ് ആണ്, അതായത് സിവിയർ ആയിട്ടുള്ള ആസ്മ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഭീകരമായ അവസ്ഥ സത്യത്തിൽ ഞാൻ കാണുന്നത് പിന്നീടാണ് കേട്ടോ. അപ്പോൾ പലപ്പോഴും മരണാസന്നൻ എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയിൽ ശരിക്കും ആ രീതിയിലേക്ക് പുള്ളി പോയിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പിന്നീട് ആശ്രമത്തിൽ വന്ന് ഗുരു ഒരുപാട് മരുന്നെല്ലാം കൊടുത്ത്, പക്ഷെ പുള്ളി അങ്ങനെ ഒരു അസുഖമായിരുന്നു. പുള്ളിയുടെ മുടിയൊക്കെ നരച്ച് പുള്ളി മെലിഞ്ഞ് എപ്പോഴും പുള്ളി ഇങ്ങനെ കട്ടിലിൽ കിടക്കും, അതായത് എപ്പോഴും ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുക. അതായത് പല്ല് തേച്ചാൽ പോലും പുള്ളിക്ക് ശ്വാസം മുട്ട് വരുന്നു, എത്ര മരുന്ന് ഇഞ്ചക്ഷൻ, അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ജീവിച്ചു. അപ്പോൾ 8 വർഷത്തോളം നമ്മൾക്ക് മക്കളില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ഈ ഒരു അവസ്ഥ അതെല്ലാവർക്കും അറിയാം, പണ്ട് ആശ്രമത്തിലുള്ളവർക്ക്. ഇത് കണ്ടിട്ട് ഞാൻ അഭിമന്യ ശിഷ്യപൂജിതയുടെ അടുത്ത് ഗുരുവിനോടൊക്കെ ഞാൻ പറയുമായിരുന്നു, ഇതെങ്ങനെ ഒരിക്കൽ മരിക്കാൻ പോയി ആ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ഞാൻ അഭിമന്യ ശിഷ്യപൂജിതയുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒന്ന് മാറ്റിത്തരണം, അപ്പോൾ ഇത്രയും അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു എന്നാൽ ഒരു പ്രാർത്ഥന ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2 വർഷത്തോളം ഞാനൊരു സങ്കല്പ പ്രാർത്ഥനാശ്രമത്തിൻ്റെ രീതിയിൽ ചെയ്തു. അത് കുറച്ച് 1 മണിക്കൂറോളം ഇവിടെ പീഠമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ 1 മണിക്കൂറോളം ഇരുന്ന് 21 പ്രാവശ്യം അഖണ്ഡനാമമൊക്കെ ചൊല്ലി പുഷ്പം ഞാൻ ഉണ്ടാക്കി, ഞാൻ നട്ടുവളർത്തിയ പൂക്കൾ കൊണ്ടുവന്ന് ഗുരുവിനെ അർപ്പിച്ച് 2 വർഷം ഇത് ഞാൻ മുടങ്ങാതെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആസ്മ കംപ്ലീറ്റ് ആയിട്ട് മാറിയ ഒരാളാണ്. പക്ഷേ ആ അസുഖം മാറിയ അടുത്ത ദിവസം മുതൽ ഞാൻ കാണുന്നത് മറ്റൊരാളെയാണ്. പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഡൈ ചെയ്ത് ചെറുപ്പക്കാരനായി, ജിമ്മിലൊക്കെ പോയി, പുള്ളി ടീഷർട്ടും മറ്റേതൊരു വെള്ള ഷർട്ടും വെള്ള മുണ്ടും, അല്ലെങ്കിൽ ആശ്രമത്തിൻ്റെ രീതിയിൽ നമ്മൾ ജീവിക്കുകയാണല്ലോ, അങ്ങനെ ഒരു കാലം കുടയും പിടിച്ച് പോയിരുന്ന ആൾ പെട്ടെന്ന് ബൈക്ക് എടുക്കുന്നു, പുള്ളി
വെറും ഒരു നമ്മൾ പറയില്ലേ ഫ്ലാംബോയിങ് സ്റ്റൈൽ എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റൈലിൽ പുള്ളി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പം ഞാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടു ഈ ഒരു പോക്ക് കണ്ടിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പോക്ക് പിന്നെ നിരന്തരം പുള്ളി വീട്ടിലില്ല, എപ്പോഴും ഇങ്ങനെ കറങ്ങുന്നു, പോകുന്നു, വൈകുന്നേരം രാത്രി കയറി വരുന്നു, ഈ രീതിയിൽ പുള്ളിയുടെ ഒരു ജീവിതം ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് ഇപ്പോൾ എൻ്റെ മൂത്ത മോൻ ജനിച്ച സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ബുക്ക് എഴുതാനുള്ള പ്രശ്നങ്ങളാണ് അവരുടെ ഫാമിലിയിൽ നിന്ന് നമുക്കുണ്ടായത്. അതെല്ലാം അതിജീവിച്ച് ഞങ്ങൾ അതെല്ലാം കടന്നിങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ മോനെ പ്രസവിച്ച് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇയാളെ കാണാനില്ല. അപ്പോൾ മിസ്സിങ്. അങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ ചെയ്ത് പുള്ളിയുടെ അസുഖം മാറിയല്ലോ. അസുഖം മാറി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പുള്ളി നടക്കാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് കർമ്മഗതി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മവ്യാധികളൊക്കെ വന്ന് ചിലരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളത് പ്രാർത്ഥിച്ച് മാറ്റാൻ പോയാൽ അവർ ചെയ്യാൻ പോകുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ യേശു ക്രിസ്തു ഒരു കണ്ണ് കാണാത്ത ഒരാൾക്ക് കാഴ്ച കൊടുത്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ കാഴ്ച കിട്ടിയതിന് ശേഷം പുള്ളി കാണിച്ചിട്ടുള്ള പ്രവൃത്തികൾ വെച്ച് പല ഗുരുക്കന്മാരും അന്ന് അങ്ങനെ അയാൾക്ക് കാഴ്ച കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പല ഗുരുക്കന്മാരും അഭിപ്രായപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കുഴപ്പങ്ങൾ ഓരോരുത്തർക്ക് വരുന്നത് ആ വ്യക്തികളെ അങ്ങനെ ഒതുക്കി നിർത്താൻ, അല്ലെങ്കിൽ അവരവരുടെ ആ ഒരു ദോഷം പ്രാർത്ഥിച്ച് വേദനിച്ച് മാറാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥിച്ച് ആ അസുഖമൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ പുള്ളിയുടെ ആ കർമ്മഗതി അത് നമ്മൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് ഒരു ഉത്തമ തെളിവാണ് ഈ ഒരു അസുഖം പുള്ളിയുടെ മാറിയത്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ മറ്റൊക്കെ വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ വരുത്തിയതെന്ന് ചോദിക്കരുത്. കാരണം ഇതൊക്കെ വരുന്നതിന് പ്രകൃതിക്ക് അതിൻ്റെ വ്യക്തമായ ഓരോ മനുഷ്യനെ പഠിപ്പിക്കാനും അവനെ പരിണമിപ്പിക്കാനും വേണ്ടി പ്രകൃതി കൊടുക്കുന്ന ചില അവസരങ്ങളാണിത്. അതറിയാതെ നമ്മൾ ഇതിനൊക്കെ മാജിക്കിലൂടെ മാറ്റണമെന്ന് ആഗ്രഹിച്ചാൽ അത് നമുക്ക് തന്നെ വിനയായിട്ട് വരും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം കൂടെയാണ് എൻ്റെ ഈ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് പുള്ളിയെ കാണാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. ഞാൻ ആശ്രമത്തിൽ, നമ്മളിവിടെ ഇപ്പോൾ ആശ്രമം എന്ന് പറയുമ്പോൾ ഒരു ഓണറേറിയം കിട്ടുന്ന ഒരു സ്ഥലമാണ്, ഒരു സേവനം പോലെയാണ്. അപ്പോൾ ആ അതിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് പൈസ, പിന്നെ നമുക്ക് താമസ സൗകര്യമുണ്ട്, ഭക്ഷണം എല്ലാം ഫ്രീ ആണ്, മരുന്ന് ഫ്രീ ആണ്, എല്ലാമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പോക്കറ്റ് മണി പോലെ കുറച്ച് പൈസ കിട്ടുന്നത് ഞാൻ സേവ് ചെയ്ത് ഉണ്ടാക്കിയ എൻ്റെ കുറച്ച് എമൗണ്ട് ആ ഡെലിവറി ടൈമിൽ എനിക്ക് കിട്ടിയായിരുന്നു. അത് എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കാണാനില്ല ആളെ. ആ 2 ദിവസം ഇവിടെ ആശ്രമം മുഴുവൻ അന്വേഷിച്ചു. 3-ാം ദിവസം പുള്ളി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് വിഷമിച്ച് ഞാൻ അഭിമന്യ ശിഷ്യഭൂതി അടുത്ത് കരഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഗുരു പറഞ്ഞതാണ്, മോൻ ഒന്നും ചോദിക്കരുത്, അവനൊരു തെറ്റു പറ്റിയിട്ടുണ്ടോ ഒന്നും ചോദിക്കരുത്, എന്തോ ആയിക്കോട്ടെ പറഞ്ഞ് ക്ഷമിക്കൂ. ഇതാണ് എനിക്ക് കിട്ടിയത്. അത് ഇപ്പോൾ കുടുംബം നശിപ്പിക്കുന്ന ഗുരു ഇങ്ങനെയാണോ ചെയ്യുന്നത്? സാധാരണ ഇപ്പം എൻ്റെ സ്വന്തം അച്ഛനും അമ്മയായിരുന്നെങ്കിൽ ഇനി പറഞ്ഞാൽ ഇനിയും ഇവനെ ഇവിടെ കയറ്റണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷേ ഗുരു അയാളെയും കൂടെ കരുതുകയാണ്, അയാളെയും കൂടെ ക്ഷമിച്ച് ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ പോട്ടെ എന്ന് തന്നെയാണ് ഗുരു നോക്കിയത്. അപ്പം ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായെങ്കിലും, കാരണം പ്രസവിച്ചോടൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ആരും ഇല്ല എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വിഷമിച്ചപ്പോൾ ഗുരു അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ഇയാൾക്ക് എനിക്ക് തോന്നും ഇയാൾ വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും നമ്മളിങ്ങനെ ജീവിച്ചു പോകണം. പിന്നീട് 2ാമത്തെ കുട്ടി പുഷ്പം ജനിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി വീണ്ടും ഒരിക്കൽ കൂടെ നാട് വിടുകയാണ്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അത് എൻ്റെ മോക്ക് 8 മാസമുള്ളപ്പോൾ നാട് വിട്ടു. അത് നാട് വിടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് പുള്ളി ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് ഫോണിൽ സംസാരിക്കുക. അന്ന് ഈ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പേ പുള്ളി ചെവിയിൽ ഇതും വെച്ചിങ്ങനെ റോട്ടിൽ കൂടെ സംസാരിച്ച് കിടക്കും. അന്നത്തെ ആളുകൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ വട്ടാണെന്നേ വിചാരിക്കുള്ളൂ. ഇന്നിപ്പോൾ എല്ലാം കുറേ. അപ്പോൾ അന്ന് പുള്ളി ഇവിടെ കമ്പ്യൂട്ടർ കഫേയിൽ പോയിരുന്നു ഇമെയിൽ ചെക്ക് ചെയ്യുക, അത് ഇതിൽ അങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് പുള്ളിക്ക് ഇങ്ങനെ സംസാരം, കളി, ചിരി, തമാശ. അപ്പോൾ ഇതിൽ കുറേ പേരുമായിട്ട് എന്നെയും കൂടെ കണക്റ്റ് ആക്കും. അപ്പം ഞാനവരോട് സംസാരിക്കുമ്പോൾ ഇതൊരു എന്താ പറയുക, ഞാനും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് പുള്ളി ഇങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ രാത്രിയും പകലും ഇങ്ങനെ സംസാരിക്കുക. എന്നിട്ട് ആശ ഇവിടെയുണ്ട്, മോൾ ഇവിടെയുണ്ട്, അങ്ങനെ അവരോട് എൻ്റെ കാര്യമൊക്കെ പറയും. ഞാൻ പക്ഷേ എനിക്കിത് എന്തോ ഒരു പ്രശ്നം പോലെ ഉണ്ട്. കാരണം ഫുൾ ടൈം പുള്ളി എൻഗേജ്ഡ് ആണ്. ഞാൻ ഇങ്ങനെ എന്തോ ഒറ്റയ്ക്ക് കുട്ടികളെയും കൊണ്ട് നടക്കുന്നു. ഈ ബോയിങ് സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ മുകേഷിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഒരു തരികിട ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. പുള്ളി അങ്ങനെ ഒരു തമാശക്കാരനാണ്. പുള്ളിയുടെ വിചാരം ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്തിട്ട് പറ്റിച്ചിട്ട് തമാശ പറഞ്ഞ് പിന്നെ അതെല്ലാം പാച്ചപ്പ് ചെയ്ത് ഇതിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ചിരിക്കുക. ഇതാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ അടുത്ത് വരുന്ന എല്ലാവരും കൂടെ കിടന്ന് ചിരിക്കുന്നത് നമുക്ക് കാണാം. പുള്ളിക്ക് ജീവിതമേ ഒരു
കോമഡിയാണ്. അത് ട്രാജി കോമഡി ആയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കോമഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, ഇതാണ് പുള്ളിയുടെ പരിപാടി. ഇനി ഇതിൽ 1-2 കാര്യം ഞാൻ പറയണം. കാരണം ഇവിടെ ഉള്ള ആൾക്കാർ പുള്ളിയെ അങ്ങ് ഭയങ്കര നല്ലവൻ എന്ന് പറഞ്ഞ് നടന്ന ഒരു ആൾക്കാർ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. അവരൊന്നും അറിഞ്ഞിരിക്കാൻ ഞാൻ 2-3 കാര്യം, മുഴുവൻ പറയാൻ എനിക്ക് നേരമില്ല, പക്ഷെ 2-3 കാര്യം ഞാൻ പറയാം. അപ്പോൾ പുള്ളി രണ്ടാമത് നാട് വിട്ട കാര്യം ഒരു സംഭവമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ മോളെയൊക്കെ പ്രസവിച്ച് മോളും ഉണ്ട് മോനും ഉണ്ട്. ആ സമയത്ത് പുള്ളി ഭയങ്കര കറങ്ങൽ, രാജധാനി പാർക്കിൽ ഇവിടെ സിറ്റിയിൽ എല്ലാവർക്കും അറിയായിരിക്കും, അവിടെയൊക്കെ പോയി എപ്പോഴും മദ്യപിക്കുക, ഈ പറഞ്ഞ ഫോൺ വിളിയും കാര്യമായിട്ട് പുള്ളി ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആശ്രമത്തിൽ ഇപ്പോൾ പഴയ സന്യാസിമാരിൽ ഇപ്പോൾ അജയ ജൈനിന് ഒരു ദിവസം എന്നെ വിളിച്ച് സംസാരിച്ചു. എന്താണ് അവൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ, ഇങ്ങനെ നടക്കുന്നു ആശ്രമത്തിൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഭർത്താവിന്. പക്ഷെ ഈ ജനനി പോലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്നെയാണ് കുറ്റം പറഞ്ഞത്. അന്ന് എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഭർത്താവ് എന്താ ചെയ്യുന്നതെന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ വിഷമിക്കേണ്ടി വരുമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞ ആ ജനനി പിന്നീട് പുള്ളിയെ നന്നായിട്ട് പറഞ്ഞ എന്നെ മോശമായിട്ട് പറഞ്ഞതും ഈ ഒരു തമാശയായിരിക്കും ജീവിതത്തിൻ്റെ. അപ്പോൾ പുള്ളി ഇങ്ങനെ പോയി കറങ്ങി അടിച്ച് നടന്ന് വന്ന സമയത്ത് അച്ഛൻ്റെ സിസ്റ്ററുടെ മകൻ, അദ്ദേഹം ശിഷ്യപൂജിതയെ കാണാനായിട്ട് അവിടെ ചെന്നപ്പോൾ ആയുർവേദത്തിലുള്ളവരും കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ അഭിനന്ദ ശിഷ്യപൂജിത ചോദിച്ചത്, നിന്റെ സഹോദരി അവളെ ഇങ്ങനെ ഇവൻ ചതിക്കുന്നത് നിനക്ക് അറിഞ്ഞൂടെ, നീ എന്താ ഇതൊന്നും കണ്ടില്ലേ, എന്താ ഇതൊന്നും ശ്രദ്ധിക്കാത്തത്, ഒന്ന് ചോദിക്കാനുള്ളൊരു കടമ നിനക്ക് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് പരസ്യമായിട്ട് ശിഷ്യപൂജിത ഒന്ന് ഗുണദോഷിച്ചു. ഇദ്ദേഹം ഇത് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ആവുമല്ലോ, ദേഷ്യം വന്ന് ഇദ്ദേഹം നേരെ ആയുർവേദത്തിലേക്ക് പോയിട്ട് എൻ്റെ ആദ്യ ഭർത്താവിനെ വിളിച്ചിറക്കി അദ്ദേഹവുമായിട്ട് ഭയങ്കര പ്രശ്നമായത് അന്ന് ആയുർവേദത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. അവർ തമ്മിൽ ഭയങ്കര വാക്ക്. അപ്പോൾ ഇദ്ദേഹം ചെന്ന് ആക്രോശിച്ചതാണ്, കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടന്നിട്ട് നീ കറങ്ങി നടന്നിട്ട് എനിക്കാണ് വഴക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാണ് ഇയാൾ തുടങ്ങിയത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായി. അവിടെ നിന്ന് ഇയാൾ ബൈക്ക് എടുത്ത് നേരെ ഞാൻ താമസിക്കുന്നത് നമ്മുടെ LIGയിലേക്ക് വന്നു. LIGയിൽ വന്നപ്പോൾ ഞാൻ ഈ കഥ ഒന്നും അറിയുന്നില്ല, അറിയാതെ നിൽക്കുന്ന എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ സെൻറ്റൻസ് ആണ് പറയുന്നത്, നീയും നിന്റെ സഹോദരനും കൂടെ എന്നെ നാറ്റിച്ചല്ലേ ഈ ആശ്രമത്തിൽ, നീ നോക്കിക്കോ ടിറ്റ് ഫോർ ടാറ്റ്, നിന്റെ ഈ സഹോദരനെ കൊണ്ട് തന്നെ ഞാൻ നിന്നെ നാറ്റിച്ചിരിക്കും, ഇത് ഞാനാണ് പറയുന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ട് ഇയാൾ ബൈക്ക് എടുത്ത് ഇറങ്ങി. ഞാൻ വിചാരിച്ചു ബൈക്ക് എടുത്ത് അങ്ങോട്ടെങ്ങാനും ദേഷ്യം കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമല്ലോ എന്ന്. പക്ഷെ ഇയാൾ നാട് വിട്ടു. ഇയാൾ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് എനിക്ക് സത്യത്തിൽ 2 കുട്ടികളും ഉണ്ട്, ഞാൻ ഇങ്ങനെ അവിടെ വിഷമിച്ച് ഒന്നാമത് ജീവിക്കുന്ന ഒരു കാലമാണ് ഇയാളുടെ ഈ സ്വഭാവം കാരണം. ഇതിങ്ങനെ ഇയാളങ്ങ് പോയി കഴിഞ്ഞിട്ട് 3 മാസം നിങ്ങൾക്കറിയാമോ ഹൈദരാബാദിലോ അവിടെയോ കറങ്ങി നടന്നിട്ട് ഇയാളെ അബ്സ്കോണ്ടിങ്, അതായത് ഇയാളുടെ നമ്പർ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അന്ന് എനിക്കതൊരു മരണ ദുഃഖമായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇയാളെ വെറുത്ത് കംപ്ലീറ്റ് നമ്മളത് വേണ്ട ഒന്നും നമുക്കില്ല, നമുക്ക് എന്താ എൻ്റെ ഭർത്താവ് ഇങ്ങനെ, എനിക്ക് ആരും ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈ ആശ്രമത്തിൽ ഞാൻ നടക്കുമായിരുന്നു. അന്ന് ഓരോ സമയത്ത് ഈ കൊച്ചുങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിലോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ താടിക്കും കൈ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ അന്ന് ഇപ്പോൾ ശ്രീയുടെ സിസ്റ്ററും അമ്മയും ഒക്കെ അന്നും എന്നെ അവർക്ക് പണ്ടേ എന്നെ അറിയാമല്ലോ. അപ്പോൾ അവർ വീട്ടിൽ ചെന്ന് പറയും, അവരുടെ ശ്രീജയുടെ ഹസ്ബൻഡിനും ഈ കഥകളെല്ലാം അറിയാം, പുള്ളി വീട്ടിൽ ചെന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു ആശയുടെ ഹസ്ബൻഡ് ഇങ്ങനെ പോയി നാട് വിട്ടു, ആ കൊച്ചുങ്ങൾ മാത്രമായിട്ട്. അപ്പോൾ അമ്മ എന്നെ പലപ്പോഴും കണ്ടു, അമ്മ പറയും ഇപ്പോഴും പുഷ്പത്തിനെയൊക്കെ ഞാൻ തറയിൽ കിടത്തിയിട്ട് ആശ എന്താ ഒരു ബോധവും ഇല്ല, ഒന്നുമില്ലാതെ വിഷമിച്ചിരിക്കുക, എവിടെ ഇരുത്തിയാൽ എന്ത് കിടത്തിയാൽ എന്നുള്ള അവസ്ഥയിൽ ഞാനിങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ അന്തം വിട്ട പോലെ. അങ്ങനെ ഞാൻ ഇവിടെ 3 മാസം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഒരു ദിവസം വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് നമ്മളെന്തോ ഒരു വേഴാമ്പൽ മഴ കിട്ടിയ പോലെ വിളിച്ചിട്ട് ഇയാൾ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇയാൾ കട്ട് ചെയ്യും. എന്നുവെച്ചാൽ നമുക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തോന്നുമ്പോൾ ഞാൻ വിളിക്കും. ഈ രീതിയിൽ ഇയാൾ ഒരു 3 മാസം പോയപ്പോൾ ഞാൻ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കരഞ്ഞ് എങ്ങനെ ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ച് ഞാൻ കരഞ്ഞ് അഭിനന്ദ ശിഷ്യപൂജയുടെ അടുത്ത് കരഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ജെന്നി പറഞ്ഞു മോള് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായ ആ അനുഭവമൊക്കെ ഞാൻ പിന്നീട് പറയും, ഇതിൻ്റെ കൂടെ കയറ്റുന്നില്ല, പക്ഷെ ഇത് പിന്നീട് പറയും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ അതിനുശേഷം ഇയാൾ പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു വന്നുകൂടെയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പെട്ടെന്ന്, അതായത് എനിക്ക് ഗുരു പറഞ്ഞു തന്ന ഒരു കാര്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ അയാൾ തിരിച്ചു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാനിങ്ങനെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വരാം, പക്ഷേ എനിക്ക് 3 കണ്ടീഷനുണ്ട്. അത് ഒന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു വന്നാൽ നീ എൻ്റെ അടുത്ത് ഒന്നും ചോദിക്കരുത്, രണ്ടാമത് ആശ്രമത്തിൽ ആരും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല, പിന്നെ അഭിനന്ദ ശിഷ്യപൂജയുടെ അടുത്ത് എനിക്ക് ഫോണിലൊന്ന് സംസാരിക്കണം, ഈ 3 കാര്യം സമ്മതിച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മോള് ചോദിക്കേണ്ട, ആശ്രമത്തിൽ ആരും അവൻ്റെ അടുത്ത് ഒന്നും ചോദിക്കില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഫോണിൽ ആരോടും സംസാരിക്കാറില്ല, അത് അവനോട് പറയാൻ പറഞ്ഞു. ഇത് പിന്നെ ഇയാൾ ഇനി വിളിക്കുമോ നമ്മൾ നോക്കിയിരിക്കണം. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം അയാൾ വിളിക്കുമ്പോൾ ഓടിച്ചെന്ന് ഫോൺ എടുത്ത് ഇതൊക്കെ പറഞ്ഞ് സമ്മതിച്ചു വരാം. പിന്നെ അയാൾ തിരിച്ചു വന്ന വരവ്
രാജാവ് വരുന്ന പോലെയാണ് ഇയാൾ വന്നത്. വന്ന് കയറി ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ. പിന്നെ ഇയാൾ നോർമലായിട്ട് ഇങ്ങനെ ബാക്ക്. അപ്പോൾ എല്ലാവരും തിരിച്ചു വന്നു ഓക്കെ. അപ്പോഴും ഇയാൾ പോയ സമയത്ത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഞാൻ സഹകരണ മന്ദിരത്തിന് മുമ്പിൽ കൊച്ചുങ്ങളെയും കൂടി ഇയാൾ പോയ ദിവസം, അതിൻ്റെ അടുത്ത ദിവസം അന്തം വിട്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ആദരണീയ ഗുരുരത്ന സ്വാമിയുടെ അടുത്ത് അയാൾ ഫോണിൽ സംസാരിക്കുകയാണ്. അത് സ്പീക്കർ ഫോണിൽ എനിക്ക് കേൾക്കാം. എന്നെയാണ് അയാൾ പറയുന്നത്. എൻ്റെ അഹങ്കാരം. അവൾ സമ്മതിക്കുന്നില്ല. അവൾ എപ്പോഴും എന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ട് സ്വാമിയുടെ അടുത്ത് ഇയാൾ പറഞ്ഞു ബോധിപ്പിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് ഞാൻ ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകുമ്പോൾ സ്വാമി പറഞ്ഞ പോട്ടെ സാരമില്ല, അത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. അപ്പം ഇതാണ് അയാൾ ചെയ്തത് അപ്പോഴും. പിന്നെ എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മളൊന്നും ചോദിക്കുന്നില്ല, നമ്മൾ കയറ്റി. അപ്പം ഞാനിങ്ങനെ ശീലാവതിയുടെ ഒക്കെ കഥ കേട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ പറയില്ലേ, വേശ്യാഗ്രഹത്തിൽ പോലും ഭർത്താവിനെ കുട്ടയിൽ ചുമന്ന് ഇറക്കിയതാണ്. ഭയങ്കര ആ ഒരു ഇതിൽ എൻ്റെ മൈൻഡിൽ ഞാൻ വരിക്കണം, ഇത് അവസാനം വരെ ഇത് ഞാൻ ചുമന്ന് ഇറക്കും, എന്തായാലും കുഴപ്പമില്ല, ഇത് സഹിക്കണം, ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു ട്യൂണിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് തിരിച്ചു വന്നിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും എന്താണ്, നോർമലായിട്ട് ഇനിയെങ്കിലും പോവും എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇയാൾ എന്താ ചെയ്തതെന്ന് അറിയുമോ, ഇയാൾ ഇരട്ടിയായിട്ട് ഇയാൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ 24 മണിക്കൂറും പിന്നെ ഇയാൾക്ക് ഒളിക്കേണ്ട ആവശ്യമില്ല, പരസ്യമായിട്ടിരുന്ന് സംസാരിക്കും. അങ്ങനെ സംസാരിച്ച് വേറെ ഒരു കല്യാണത്തിന്, അതായത് ഞാൻ പറയാം ആയുർവേദത്തിൽ ഈ ശർക്കരയൊക്കെ സപ്ലൈ ചെയ്യുന്ന ആ ഒരു ഫാമിലി, ഒരു ഫാക്ടറിയുടെ അവിടെ ഉണ്ട്, അവിടുത്തെ ഒരു പെണ്ണുമായിട്ട് ഇയാൾ ഭയങ്കര ഫോണിൽ സംസാരം. എന്നിട്ട് അവരുടെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് പോകണം. അപ്പോൾ ഈ കൊച്ചുകുട്ടിയും അപ്പം ഞങ്ങളെയും കൊണ്ടുപോകണം. എന്താണെന്ന് വെച്ചാൽ എവിടെ ചെന്നാലും ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അത് ആരും പിന്നെ സംശയിക്കില്ലല്ലോ. ഇപ്പം നമ്മൾ പറയത്തില്ല ഈ സെക്സ് റാക്കറ്റുകാരൊക്കെ ഈ പെണ്ണുങ്ങളെ വെച്ചാണ് ചെയ്തത്, കാരണം പെണ്ണുങ്ങളാകുമ്പോൾ ആരും സംശയിക്കില്ലല്ലോ. അപ്പം എന്നെയും കൊണ്ടുപോവാണ്. എന്തിനാണ് ഇതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു മോശം ഇല്ലാന്ന് ഇയാൾക്ക് ഇമേജ് ഭയങ്കര ശ്രദ്ധയാണ്, ഭയങ്കര ഇമേജ് സൂക്ഷിക്കുന്ന ആളാണ്. അപ്പം ഞാനും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരും സംശയിക്കില്ല. അപ്പം എനിക്ക് ഈ കല്യാണത്തിന് പോകാൻ യാതൊരു തിരുവല്ല അങ്ങോട്ടാണ് കല്യാണം. കഷ്ടപ്പെട്ട് ഇയാളുടെ ഒരു സുഹൃത്തുണ്ട് രാജു എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാറും പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങളെ കഷ്ടപ്പെടുത്തി ആ കല്യാണത്തിന് പോയിട്ട്, എന്നാൽ കല്യാണത്തിന് ചെന്നിട്ട് ഈ പറയുന്ന വ്യക്തി, ഈ പെണ്ണ് ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് കല്യാണത്തിന് പെണ്ണ് കാണാൻ ചെന്ന ഒരാളുടെ മുമ്പിൽ എങ്ങനെ ഇതുപോലെയാണ് ഇയാളെ കാണുമ്പോൾ ഈ ഫോണിൽ സംസാരിക്കുന്ന ഈ പെണ്ണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആകെ എന്തോ പോലെ തോന്നി. കാരണം അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ കാണുമ്പോൾ വരൂ ഇരിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ഫാമിലിയെ കാണുമ്പോൾ അല്ലേ, അതല്ല പുള്ളിക്കാരി എന്തോ ഒളിച്ചൊളിച്ച് മാറി നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ചെയ്തെന്താ ഇവരിങ്ങനെ പെരുമാറുന്നതെന്ന് ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചു. പുള്ളി പറഞ്ഞു അത് നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ കല്യാണം കഴിയുന്നവരെ ഈ പെണ്ണ് അടുത്ത് വന്ന് സംസാരിക്കാൻ ഞങ്ങളോടൊന്നും മിണ്ടുന്നില്ല. ഞങ്ങളിങ്ങനെ ആ വെയിലത്ത് കാറിൽ ഞാനിങ്ങനെ കൊച്ചുങ്ങളെയും കൊണ്ട്, കൊച്ചുകുട്ടിയല്ലേ ഡയപ്പർ മാറ്റണം, അത് ഇങ്ങനത്തെ പ്രശ്നം കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കണം വേർത്ത് ഭയങ്കര കഷ്ടപ്പെട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞു, കാരണം ആ പെണ്ണ് നമ്മുടെ അടുത്തൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അയാൾ ഒന്നുകൂടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് വന്ന് ഇയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു, ഒരു ടേബിളിലിരുന്ന് ഇവർ ഭക്ഷണം കഴിക്കുന്നു. ഞാനും ഈ പിള്ളേരും കൂടെ മൂലയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് ഇരിക്കുകയാണ്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇയാൾ വരുന്നു, ഇയാൾ ചിരിച്ച് കളിച്ച് സംസാരിച്ചില്ല. എനിക്ക് ആകെ ദേഷ്യവും വിഷമവും. എന്നിട്ട് ഈ കാറിൽ ഇയാൾ പറയണേ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന്. ഇനി എല്ലാവരും പോയിട്ട് ഞാൻ പറയും ഇനി പോയേ പറ്റൂ എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത ഒരാളെ വേണ്ടിയിട്ട് എന്തിനാ ഇവിടെ ഇനി നിൽക്കുന്നത് എന്തിനാന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് പിന്നെ ദേഷ്യം വന്ന് ഇയാൾ എന്തായാലും തിരിച്ചു വന്നു. ഇതാണ് വേറൊരു പ്രശ്നം. എന്നിട്ട് പിന്നെ ഈ പെണ്ണുമായിട്ട് ഭയങ്കര സംസാരം. അപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു ഇത് എന്തിനിങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇതെങ്ങാനും നീ ചെന്ന് ശിഷ്യപൂജിത എടുത്ത് പറഞ്ഞ പിന്നെ നീ എന്നെ കാണില്ല. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാളിങ്ങനെ പോയാലും ഞാൻ കാല് പിടിച്ച് തിരിച്ചുകൊണ്ട് വരും. അപ്പം അത് ഇയാൾക്കറിയാം എനിക്ക് ആരും ഇല്ലല്ലോ. അപ്പോൾ ബ്ലാക്ക് മെയിലിങ് ചെയ്ത് ഇങ്ങനെ എന്നെ ഇനി ഞാൻ ജെന്നിയോട് പറഞ്ഞാൽ ശരിയാക്കുമെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ സുനിത എന്ന് പറഞ്ഞ മറ്റൊരു സ്ത്രീയുമായിട്ട് ഭയങ്കര ബന്ധം. അത് ഇയാളുടെ വേറൊരു സുഹൃത്തിൻ്റെ പെങ്ങൾ. ഈ ബന്ധം കാരണം ഒരു നിവൃത്തിയില്ലാതെ അവസാനം എനിക്ക് ഭയങ്കരമായ ഇഷ്യൂ വന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ശിഷ്യപൂജിതരുടെ അടുത്ത് ചെന്ന് ഞാനിത് പറയുമ്പോൾ ജെന്നി പറഞ്ഞു മോനെ അത് സാരമില്ല മക്കള് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ശിഷ്യപൂജിത ഇങ്ങനെ സമാധാനിപ്പിച്ച് വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നീ പ്രാർത്ഥിക്ക്, കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിടുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു പെൺകുട്ടിക്ക് ഇയാൾ ഫോൺ അയച്ചു കൊടുക്കുന്നു, പാഴ്സലായിട്ട് അയച്ചു കൊടുത്തിട്ട് അതിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് ഒരിക്കൽ ഫോൺ വന്നപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഈ പെണ്ണ് എൻ്റെ അടുത്ത് അറിയാതെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ അയച്ച ഫോൺ അപ്പം ഞാൻ എന്തിനാണ് ഈ ഫോൺ അയച്ചു കൊടുത്തത്? അപ്പോൾ ഇയാൾ കിടന്ന് തപ്പിത്തടഞ്ഞ് സംസാരിക്കുക. പിന്നീട് ആയുർവേദത്തിൽ ഇയാൾ ഫോൺ വെച്ച് അവിടുത്തെ ഫോൺ ഉപയോഗിച്ച് ഇയാൾ ഒരുപാട് പേരെ വിളിക്കുക, സ്ഥിരം ഇയാൾ വിളിക്കുക, സംസാരിക്കുക. അപ്പോൾ ഇയാൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിരുന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഇന്നിപ്പോൾ ആശ്രമത്തിൽ തിരിച്ച് ജോലിക്ക് കയറിയിട്ടുണ്ട്. പുള്ളിയോട് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ അറിയാം. പുള്ളി അന്ന് ഇയാളുമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു, ഇവർ തമ്മിൽ എന്താണെന്ന് എനിക്കറിയില്ല. ഇയാളെന്തോ നീ കണ്ട പെണ്ണുങ്ങളോട് അടക്കം അങ്ങനെ എന്തോ ഇയാളെ പറഞ്ഞ ഉടനെ ഈ വ്യക്തി എൻ്റെ ആദ്യ ഭർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറയാണ്
ഇപ്പം നീ മുകളിൽ ആയുർവേദത്തിൽ പോകണം. എനിക്ക് നടക്കാൻ വയ്യ. എനിക്ക് നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ കണ്ട് 106 കിലോ ഒക്കെ അന്ന് പ്രസവമൊക്കെ കഴിഞ്ഞായിരിക്കും. എന്നെ ആ ആയുർവേദത്തിൻ്റെ മുകളിലോട്ട് ഇപ്പം പോകണമെന്ന് പോയി പറയണം, അവനെ കണ്ട് പറയണം, എൻ്റെ ഭർത്താവിന് ഒരു കുഴപ്പമില്ല, ആ ഭർത്താവ് സംസാരിക്കുന്ന അവരൊക്കെ എൻ്റെയും ഫ്രണ്ട്സാണ്, ഞങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ട് പറയരുതെന്ന് നീ പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ നീ ഇനി എന്നെ കാണൂല. ഇത് പറഞ്ഞ് ഇയാളെ എന്നെ ആ മോളിൽ കയറ്റി വിട്ടിട്ട് ഈ മനുഷ്യൻ അന്ന് ആ അക്കൗണ്ട്സ് നോക്കിയിരിക്കുന്ന ആ മനുഷ്യൻ അയാൾ ഇറങ്ങി വന്നു. അയാളെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭാര്യ അങ്ങോട്ട് വരുന്നുണ്ട്, നീ സംസാരിക്കുന്നത്. ചെന്നപ്പോൾ ആലോചിച്ചു എന്താന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഇയാൾ പറഞ്ഞത് എനിക്ക് പറയണ്ടേ, അത് എൻ്റെ ഫ്രണ്ട് എനിക്ക് അറിയാവുന്ന എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞാൽ ശരി കുഴപ്പമില്ല അയാൾ കയറി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആശ്രമത്തിൽ സന്യാസിമാർ, അന്നത്തെ ആശ്രമം പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരെയും കൊണ്ട് ശിഷ്യപൂജിത ഒരു ദിവസം ഒരു മീറ്റിംഗ് വെച്ചു. എന്നെ വിളിച്ച് അയാളെയും വിളിച്ചിട്ട് അവർ പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ് പറഞ്ഞത്? ആശയ്ക്ക് ഗുരു മാത്രമേ ഉള്ളൂ, ആശയെ ഗുരുവിനെ ശിഷ്യപൂജിത ഏൽപ്പിച്ചിട്ടാണ് ഗുരു പോയിരിക്കുന്നത്, നീ അവളെ നല്ലപോലെ നോക്കണം, ഇത് നിന്നോട് പറയാൻ ഗുരു പറഞ്ഞു എന്ന് എന്നെ കൂടി ഇരുത്തി പറഞ്ഞു. നീ ഇങ്ങനെ കറങ്ങി നടക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവരടുത്ത് ചിരിച്ച് കളിച്ച് പറഞ്ഞിട്ട് അയാൾ അവരുടെ മുമ്പിൽ വെച്ച് പറയും, ആശ പറ, അതല്ല എൻ്റെ സുഹൃത്ത്, നമ്മളെ നിനക്കറിയാമെന്നല്ലേ. അപ്പം ഞാൻ പറയണം എൻ്റെ ഭർത്താവിനെ സംരക്ഷിക്കണമെന്നാണ് അപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറയാം, ഇല്ല സ്വാമി എനിക്കറിയാം, അത് എനിക്കറിയാം, പരിചയമുള്ളവർ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ എന്നാ പിന്നെ പോട്ടെ. അത് കഴിഞ്ഞ് സ്കൂളിൽ ഏറ്റവും മുകളിലത്തെ ബിൽഡിങ്ങിൽ വെച്ച് ഇതുപോലെ നിർമ്മോഹാത്മസ്വാമി എന്നുണ്ട് ഇതുപോലെ വിളിച്ച് സംസാരിച്ചപ്പോഴും അയാൾ ഇതുപോലെ എന്നെയും കൂടെ കൂട്ടുപിടിച്ചിട്ട് ഇങ്ങനെ എത്ര പ്രാവശ്യമാണ് ഇയാൾക്ക് അവസരം ഈ ആശ്രമത്തിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ? അതിനുശേഷം ഈ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിവാഹം ആശ്രമത്തിൽ വെച്ച് നടക്കുകയാണ്. അന്ന് എൻ്റെ ഫ്രണ്ട് എൻ്റെ വീട്ടിലുണ്ട്, ഞങ്ങളാണ് അവളുടെ കല്യാണം നടത്തി കൊടുക്കേണ്ടവർ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ സുനിത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആ പെണ്ണുമായിട്ട് ഇയാളുടെ കമ്പനി, അപ്പോൾ അവളുടെ മോളുടെ ബർത്ത്ഡേക്ക് എൻ്റെ സ്വർണം എന്തെങ്കിലും കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു പരിചയമില്ലാത്തവർക്ക് ഞാൻ എന്തിനാ സ്വർണം കൊടുക്കുന്നത്, അപ്പോൾ കൊടുത്തേ പറ്റൂ. അന്ന് ഭയങ്കരമായ വഴക്ക്. അത് എൻ്റെ ഒറ്റപ്പാലത്തുള്ള എൻ്റെ ഗോപേട്ടൻ്റെ മോനും വന്ന് അവിടെയുണ്ട്, എൻ്റെ ഈ ഫ്രണ്ടും ഉണ്ട്, രണ്ടുപേരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഴക്ക് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീ വഴക്ക് അയാൾ എന്നെ അന്ന് ചവിട്ടാൻ കാല് പൊക്കി ചവിട്ടുമ്പോൾ എൻ്റെ സാരിയിൽ തടഞ്ഞുകൊണ്ട് എൻ്റെ വയറിൽ ചവിട്ടി കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത്രയായപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു. ഇത് കണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞത് അത് സ്വർണം കൊടുക്ക്, അതങ്ങ് ഒഴിവാക്ക് പ്രശ്നമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നിട്ട് അവരെല്ലാവരും കണ്ടിരിക്കും. അടുത്ത ദിവസം എന്നെയും കൊണ്ട് അയാൾ ഈ സുനിതയുടെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച, എന്നാൽ ഫാമിലി ആയിട്ട് വരുന്ന നമ്മളെ എല്ലാവരും കൂടെ സ്വീകരിക്കും, അതല്ല ഈ പെണ്ണു ഇയാളെ കണ്ടോടനെ ഈ പെണ്ണിനെ ബ്ലഷ് ചെയ്യുന്നു, ഇവള് മാറിക്കളിക്കുന്നു. അപ്പം ഞാൻ ചെയ്ത് എന്താ ഇങ്ങനെ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ സ്ഥിരം വഴക്കായി. അത് കഴിഞ്ഞ് ഈ വഴക്കിൻ്റെ പുറത്താണ് ഈ കല്യാണത്തിന്, ഞങ്ങളാണല്ലോ ഈ കല്യാണം നടന്നിട്ടുണ്ട്. അപ്പം കല്യാണത്തിന് പോകുമ്പോൾ ബൈക്കിൽ കയറിയിരിക്കുമ്പോൾ ആശ്രമത്തിൽ എത്താറായപ്പോൾ ഇതും പറഞ്ഞ് തർക്കമായിട്ട് ഈ ബൈക്ക് ഇയാൾ കുലുക്കി എന്നെ വീഴ്ത്താൻ നോക്കുമ്പോൾ എൻ്റെ സാരി ഈ വീലിൽ ചുറ്റി ആ ബൈക്ക് അവിടെ നിന്ന്. ഇത്രയും ഭീകരമായ അവസ്ഥയിൽ ഞാൻ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഇതേപോലെ മറ്റൊരു വഴക്ക്. അതെന്താണെന്ന് വെച്ചാൽ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇയാൾക്ക് ഇതുപോലെ ഒരു കോള് വരികയാണ്. കോള് വന്നപ്പം ഇയാൾ പെട്ടെന്ന് ഈ ഫോൺ വന്ന ഉടനെ ഇയാൾ നമ്മുടെ അടുത്ത് നിന്ന് മാറും. അപ്പുറത്ത് ഇൻകമിങ് കോളിന് പൈസയുള്ള കാലത്ത് പോലും ഇയാൾ എത്ര രൂപയാണ് ഈ ഫോൺ ബില്ലിന് വേണ്ടി കളഞ്ഞിട്ടുള്ളതെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനുശേഷം ഇയാൾ പോയതിനു ശേഷം അതിൻ്റെ കുറേ ബില്ല് ഞാൻ പോയി പൈസ അടയ്ക്കേണ്ടി വന്നു. അവസാനം ഈ റോഡ് ക്രോസ് ചെയ്ത് ഇയാൾ പെട്ടെന്ന് നിന്ന് നിൽപ്പിന് ഇയാൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങ് പോയത് മോള് കൂടെ ഉണ്ടല്ലോ, മോനോ അച്ഛൻ അങ്ങോട്ട് പോകുന്ന കണ്ട ഉടനെ ഇവർ ഓടി ക്രോസ് ചെയ്തത് ഇയാൾ വന്ന് ഒറ്റ അടി എൻ്റെ മുതുകത്ത്. ആ അടി വരുന്നത് പണ്ടത്തെ ലൈലാമയുണ്ട് നമ്മുടെ ഇവിടുത്തെ LIG തൊട്ട്, ആ അമ്മ കണ്ടുകൊണ്ടിരിക്കുക എന്നെ അടിക്കുന്നത്. അതുകൊണ്ട് ആ അമ്മ എന്നും പറയുന്നത്, അയ്യോ ആശ ഇവൻ അടിച്ചു, ഇവൻ ഇങ്ങനെ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് ആ അമ്മ അന്ന് പറഞ്ഞു. പക്ഷെ അമ്മയൊക്കെ മരിച്ചുപോയി, അന്ന് അടി കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്നെ ആശ്രമത്തിൽ കയറി പോയപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് അറിയാമോ? കത്തിയോട് കുത്തി തരും, ഇതെങ്ങാനും നീ ചെന്ന് പറഞ്ഞ് എൻ്റെ ബൈക്ക് എടുത്ത് ഇങ്ങനെ കറക്കിക്കൊണ്ട് ഇയാളങ്ങ് പോയപ്പോൾ ഞാൻ വിളിച്ചുകൊണ്ട് ഞാൻ അപ്പാന്ന് പറഞ്ഞ് കയറി ആശ്രമത്തിൽ ഓടി. എനിക്കിപ്പോൾ ശിഷ്യപൂജയെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഓടി ചെല്ലുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന പോലെ എൻ്റെ ശിഷ്യപൂജ അവിടെ ഇരിക്കുകയാണ്. എന്നെ കണ്ട ഉടനെ എന്താ മോനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ കത്തി കൊണ്ട് കുത്തി കൊല്ലുമെന്ന് പറഞ്ഞപ്പാന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കരഞ്ഞപ്പോൾ എന്നെ ആശ്വസിപ്പിച്ച് ജെന്നി എന്നെ വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇങ്ങനെ കടന്ന് അപ്പോൾ രണ്ടാമത്തെ നാട് വിട്ട് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷമുള്ള നാടകങ്ങൾ. പക്ഷേ എനിക്കൊരു കാര്യം, ഞാൻ ഒരാളോട് പോലും എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് പറഞ്ഞില്ല.
കാരണം വെച്ചാൽ ഞാൻ ഒരാളോട് ഞാൻ വിചാരിക്കുന്നത് അറിയോ, നമ്മൾ അന്ത്യം വരെ ഒരുമിച്ച് പോവേണ്ടത്, നമ്മൾ അങ്ങനെ ഇപ്പോൾ ഓരോ കർമ്മഗതി ആയിരിക്കും. അപ്പോൾ ആ ദോഷം കൊണ്ട് അയാൾ അങ്ങനെ പെരുമാറും. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ക്ഷമ കൊണ്ട് നമ്മൾ ഇയാളെ ശരിയാക്കി എടുത്ത് നല്ലതാക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ. അപ്പം ഡിവോഴ്സ് എന്ന് കേട്ടുകഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ഞാൻ അന്നത്തെ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടിയാണ് ആ കാര്യത്തിൽ. അന്നൊക്കെ അമീർ ഖാൻ ഡിവോഴ്സ് ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇതൊക്കെ എങ്ങനെ പറ്റുന്നു, ആരെങ്കിലും ഡിവോഴ്സ് ചെയ്യുന്ന പറയുമ്പോൾ എൻ്റെ ചിന്ത ഇതൊക്കെ പറ്റുമോ, ഡിവോഴ്സ് ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കും. മാത്രമല്ല ഞാൻ എപ്പോഴും സ്വപ്നത്തിൽ ഇയാൾ വേറെ കല്യാണം കഴിക്കുന്നത് കാണും. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഞെട്ടി ചാടി എഴുന്നേറ്റ് പറയും അയ്യോ നിങ്ങൾ വേറെ കല്യാണം കഴിച്ചോ. അപ്പോൾ പിന്നെ ഞാൻ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുതുമ്പോൾ ഞാൻ വേറെ കല്യാണം കഴിച്ച് കാണും അല്ലേ. ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ആരെങ്കിലും. അപ്പം ഇങ്ങനെ ഞാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഒരു പേടി സ്വപ്നമായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഒരു മനുഷ്യരുടെ അടുത്തും ഇയാളെക്കുറിച്ച് എൻ്റെ വീട്ടുകാരായിട്ട് എൻ്റെ അമ്മയുടെ ബന്ധു ഒരാളോടും പറഞ്ഞിട്ടില്ല. ഇയാൾക്ക് നല്ല ഇമേജാണ്. പക്ഷെ അഭിമന്യ ശിഷ്യപൂജിതയ്ക്ക് മാത്രം ഇതറിയാം. ഞാൻ ഇങ്ങനെ ചെന്ന് കരഞ്ഞ് വിളിച്ചു പറയുന്നത് ഗുരുവിന് മാത്രമേ അറിയാവുള്ളൂ. അങ്ങനെ പറഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൽ പിന്നീട് ഇയാൾ പിന്നീട് ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞത്, നമ്മുടെ കലയമ്മയുണ്ട്. ആ കലയമ്മ ഇത് കാണുമായിരുന്നു. കാരണം ഇയാൾ രാത്രി ഒരു 12 മണിയാകുമ്പോൾ ഇയാൾ ഡോർ അടച്ചിട്ട് ഇയാൾ LIGയുടെ ആ സൈഡിൽ നടന്ന് ഇയാൾ ആരോടോ സംസാരിക്കും. അപ്പോൾ കലയമ്മ ഒരു ദിവസം ചോദിച്ചു ആരെടുത്താ മോളെ നിന്റെ ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോടും അവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക, ഇത് ശരിയല്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭർത്താക്കന്മാരെയൊക്കെ ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ആ അമ്മ പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ അടുത്ത നാടകം, ഞാനും പിള്ളേരും അയാൾ കിടക്കുന്നു നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് എന്നെ പുറത്താക്കി, പറഞ്ഞു നിങ്ങൾ പുറത്ത് കിടന്നാൽ മതി, കാരണം കൊച്ചു പിള്ളേരല്ലേ, അപ്പം പിള്ളേരെ കൊണ്ട് നീ പുറത്ത് കിടക്കുക, എനിക്ക് ശ്വാസം മുട്ടാണ്, എനിക്കിവിടെ ഒറ്റയ്ക്ക് കിടക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഇത് എന്താ ഇതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. എന്താ എന്നെ റൂമിൽ കയറ്റുന്നില്ല, പിള്ളേരും ഞാനും കൂടെ പുറത്ത് അപ്പുറത്ത് ആകെ 2 റൂം അവിടെ ഉള്ളു, അതിൽ അപ്പുറത്തെ റൂമിൽ ഞാൻ തറയിൽ പായയും ബെഡൊക്കെ വിരിച്ച് കിടക്കണം, ഈ കൊച്ചു പിള്ളേരെയും കൊണ്ട് ഇടുങ്ങി കിടക്കണം. അങ്ങനെ ഞങ്ങൾ കിടക്കും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, രാത്രി ആകുമ്പോൾ കഥ അടയ്ക്കും. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഇയാൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഫോണൊക്കെ വരുന്നുണ്ട്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ആരെടുത്താ സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ കാരണം ഞാൻ പറയാം ഇയാൾ സംസാരിക്കുമ്പോൾ അത് ഒരു പെണ്ണിൻ്റെ സൗണ്ടായിട്ട് രാത്രി ഞാൻ ഇങ്ങനെ മയങ്ങിപ്പോയായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ ഉണർന്നത് ഇയാൾ അറിഞ്ഞില്ല. അപ്പോൾ ഇയാൾ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത്, അപ്പോൾ ഞാൻ ആരെടുത്ത് സംസാരിച്ചേ, ആ ഒരു പെണ്ണിൻ്റെ സൗണ്ട് ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ചെയ്തെന്ന് അറിയോ, ഇയാൾ അവിടെ ഇരുന്ന ഒരു സാരി എടുത്തിട്ട് ഈ ഫാനിൽ ചുറ്റിക്കെട്ടി ഞാൻ ഇപ്പം തൂങ്ങിച്ചു, നീ എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞില്ല, എന്നെ നീ ചിത്രീകരിക്കുന്നില്ല, ഞാൻ ഇപ്പം തൂങ്ങിച്ചാവുമെന്നും പറഞ്ഞു ഇയാൾ സംഭവം നാടകം അങ്ങ് മാറ്റിക്കളഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അയ്യോ തൂങ്ങിച്ചാവും. ഞാൻ പറയാം ഇല്ല ഞാൻ വെറുതെ പറഞ്ഞു, എനിക്ക് വെറുതെ തോന്നിയതാ, ക്ഷമിക്ക് പോവല്ലേ എന്ന് പറഞ്ഞ് ചെയ്യല്ലേ. അപ്പോൾ അയാൾ കുരുക്ക കഴിച്ച ഇറങ്ങി അയാൾ അവിടെ കിടന്നു. ഇങ്ങനെയാണ് അത് സെറ്റിൽ ചെയ്ത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഡോർ അടച്ചിരിക്കുന്നു. മോൾക്ക് ബാത്റൂം പോകണമെന്ന് പറഞ്ഞ് മോൾ എഴുന്നേറ്റതുകൊണ്ട് രാത്രി 1 മണിയാണ് സമയം. ഒരു സമയത്ത് എഴുന്നേറ്റപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല ഒരു സംസാരം കേട്ടപ്പോൾ ഞാനിങ്ങനെ എനിക്കത് എന്താണെന്ന് കേൾക്കണമെന്ന് തോന്നി. ഞാൻ ആ ഡോറിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ ഏതോ ഒരു പെണ്ണിനോട് പറയണ്ടേ ഞാൻ വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ തൂങ്ങിച്ചാവും. അത്രയും ആ പെണ്ണിനോട് പറയുന്ന ഈ പഞ്ചാര ഡയലോഗ് കേട്ടിട്ട് ഞാൻ ആ കഥയിൽ ഒരു 2 തട്ടങ്ങ് കേട്ടി പറഞ്ഞ് തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇയാൾ രാക്ഷസ സ്വഭാവമാണ് കേട്ടോ, കണ്ടാൽ ഭയങ്കര ദേവനെ പോലെ ഇരിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് ഈ സുനിത എന്ന് പറയുന്ന ഒരു പെണ്ണുമായിട്ട് ഇയാളുടെ കമ്പനി തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അവിടെ സ്വർണം കൊടുക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇവളുമായിട്ട് നിരന്തരം സംസാരിക്കുന്നതിനെക്കുറിച്ചും അവരുടെ വീട്ടിൽ പോകുന്നു, അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെ എയർപോർട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് അന്ന് അവിടെ താമസിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കണ്ട് മടുത്തിട്ട് ഒരു ദിവസം ഭയങ്കര വഴക്കായി. ഞങ്ങൾ പിന്നെ സ്ഥിരം വഴക്കായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സുനിതയായിട്ടുള്ള ഒരു ബന്ധം ഇങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് ഇയാൾ പെട്ടെന്ന് ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. നേരെയുള്ള സമയത്ത് പോലും ജോലിക്ക് പോകാത്ത ആളാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയ പേരും പറഞ്ഞു അതെനിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ വീട്ടിൽ സ്ഥിരം വഴക്കായി. ഈ വഴക്ക് വന്നപ്പോൾ ഇയാൾ പ്രവീൺ ചേട്ടൻ, അതായത് ശ്രീജയുടെ ഹസ്ബൻഡ് പ്രവീൺ ചേട്ടൻ ഇയാളുടെ സുഹൃത്താണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ പറയും അവരുടെ വീട്ടിലൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ ശ്രീജിത്ത് പറഞ്ഞ് സോൾവ് ചെയ്യുന്നതും. അങ്ങനെ ശ്രീജിത്ത് ആണെങ്കിൽ അന്നത്തെ കാലത്ത് ശ്രീജിത്ത് ഒരു അവധൂതനെ പോലെ നടക്കുന്ന ഒരു കാലമാണ്. ഇപ്പം ശരിക്കും ചാണകവും കോരി പുല്ലൊക്കെ പറിച്ച് നമുക്ക് കണ്ടാൽ തന്നെ അദ്ദേഹം ഈ ലോകത്തല്ലാത്ത പോലെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ലോകത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശ്രീജിത്തിന് ഇങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതുണ്ടെന്ന് ഈ പുള്ളിക്ക് അറിയാം. അപ്പോൾ ശ്രീജിത്ത് ആണെങ്കിൽ അന്നിപ്പോൾ സോമനാഥൻ ഡോക്ടറെ കണ്ടാലും ഇപ്പോൾ പല വീഡിയോയിൽ ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വാമിമാരോടൊക്കെ ചെന്ന് ഓരോ ചോദ്യങ്ങൾ ആധ്യാത്മികമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ അന്ന് ഞാൻ ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ പ്രസംഗിക്കുന്നൊക്കെ ഒരാളായതുകൊണ്ട് എന്നെ കാണുമ്പോഴും ഇതുപോലെയുള്ള വലിയ ആധ്യാത്മികമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ശ്രീജിത്തിനെ കാണുമ്പോഴേ ഓടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വന്ന് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ട് ഓടുന്ന ഒരു കാലമാണ്.
പക്ഷേ ശ്രീജിത്തിന് നമുക്കൊരു ബഹുമാനമുണ്ട്, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു പയ്യനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശ്രീജിത്തിനെ കണ്ടിട്ട് പുള്ളി എൻ്റെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു നീ ഒന്ന് സംസാരിച്ച് ഞങ്ങളുടെ വീടൊന്ന് ശരിയാക്കി തരണം. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ശ്രീജിത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ശ്രീജിത്ത് കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ ശ്രീജിത്തിനാണെങ്കിൽ ഇങ്ങനെ NFBയിൽ പോയ സമയത്ത് ഇയാൾ മറ്റൊരു പെണ്ണുമായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രീജിത്ത് നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ശ്രീജിത്തിന് കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്തായാലും ശ്രീജിത്ത് എന്നെ ഉപദേശിക്കുക കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം സുനിത എന്നെ വിളിക്കുകയാണ്. സുനിത എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന് അയാളുടെ കുറേ കുറ്റങ്ങൾ, അയാൾ സുനിതയെ ചതിച്ചു മറ്റത് മറിച്ചപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ സുനിത എൻ്റെ സൈഡാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ സുനിതയോട് പറയാൻ തുടങ്ങി. അപ്പോൾ സുനിത എങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്നിട്ട് സുനിത പതുക്കെ പറയാം, ശ്രീജിത്ത് ചേച്ചിക്ക് നല്ല ആശ്വാസമൊക്കെ തരുന്നില്ലേ, നിങ്ങൾ നല്ല സുഹൃത്തുക്കളാവുന്നു, എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് വേറൊരു രീതിയിലേക്ക് ഇതിനെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്ന പോലെ. ഞാൻ പറഞ്ഞു ശ്രീജിത്ത് ഇപ്പോൾ എന്നെ വിളിക്കാൻ അതിനിപ്പോൾ വേറെന്താ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുകയും ചെയ്തു. അങ്ങനെ സുനിതയായിട്ടും ശ്രീജിത്തുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് ഒരു ദിവസം ഇയാൾ വിജയശ്രീലാളിതനായിട്ട് കയറി വന്നിട്ട് പറയാണ്, നീ ശ്രീജിത്തുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ CD ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കാര്യം നീ പുറത്ത് പറയരുത്, നിൻ്റെ കാര്യം ഞാനും പറയില്ല, അല്ലെങ്കിൽ നീ ഇത് എൻ്റെ കാര്യം നീ പുറത്ത് പറഞ്ഞാൽ ഞാനിത് ആശ്രമത്തിൽ ഈ CD ഞാൻ പ്ലേ ചെയ്യും, എല്ലാവരും നീ സംസാരിച്ചപ്പം കേൾക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ വിചാരം എന്ന് വെച്ചാൽ ഈ ആണും പെണ്ണും സംസാരിച്ചാൽ അത് അവിഹിതമാണെന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞ ഉടനെ ഞാൻ ഞെട്ടും, അപ്പോൾ ഇയാൾക്ക് എന്നെ പിടിക്കാമല്ലോ, ഇതാണ്. പക്ഷേ ഞാൻ ഞെട്ടിയില്ല, ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പ്ലേ ചെയ്യും, കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞതും ഇയാൾക്ക് ആ ഒരു സംഭവം ഇയാൾക്ക് ശരിയായില്ല. പിന്നെ ഭയങ്കര വഴക്കായപ്പോൾ ഞാനിത് പോയി അഭിമന്യ ശിഷ്യപൂജയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ജെന്നി വിളിപ്പിച്ചു, ഞങ്ങളെല്ലാവരും കൂടെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെല്ലുന്നതിന് മുമ്പ് ഇയാൾ ഒരു വാക്ക് അവിടെ വെച്ച് ആശ്രമത്തിൽ എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു, ഇത് ദൈവം എനിക്ക് തന്ന പണിയാണ്. അതെങ്കിലും അയാളൊന്ന് പറഞ്ഞു, ദൈവം എനിക്ക് പണി തന്നതാണെന്ന്. ഒരു ദൈവം പണി തന്നെന്ന് ഒരാൾ സ്വയം പറയണമെങ്കിൽ അതെന്തായിരിക്കും? അങ്ങനെ ശിഷ്യപൂജയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനിയെങ്കിലും നേരെ പോകാനെങ്കിൽ അയാൾ പറഞ്ഞവിടെ ശരിയാക്കാമല്ലോ. അവിടെ ചെന്നപ്പോൾ അയാൾ അഭിമന്യ ശിഷ്യപൂജയുടെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ ശ്രീജിത്തുമായിട്ട് സംസാരിക്കുന്ന അത് മോശമാണ്. അപ്പോൾ ശിഷ്യപൂജിത പറഞ്ഞു, അത് അവർ ഫോണിൽ സംസാരിച്ചെന്നല്ലേ ഉള്ളൂ, അവർ തമ്മിൽ വേറെ വൃത്തികെട്ട ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ച ഉടനെ ശിഷ്യപൂജിതയോട് പറയാം, അതിപ്പോൾ അല്ല, അത് പിന്നെ അവിഹിതം ആയിക്കോളും. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്ന് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കേണ്ട, അപ്പം എന്നെ ഒന്ന് രക്ഷിക്കണം, എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കുഴഞ്ഞു താഴെ ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരുന്നപ്പോൾ ഇയാൾക്കത് ഭയങ്കര ദേഷ്യം. ഞാൻ വെച്ചു അന്ന് ഞാൻ ആദ്യം എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കേണ്ട എന്ന് ഞാൻ അവിടെ വെച്ച് ഗുരുവിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, ഇയാൾ കലിതുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശിഷ്യപൂജിത എൻ്റെ അടുത്ത് എന്താ പറയുന്നറിയോ, അങ്ങനെ വിട്ടു മോൻ പോയി കാല് പിടിച്ച് വിളിക്കാൻ. എന്തൊരു പരീക്ഷണമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ അന്തം വിടാൻ, ഗുരുവല്ലേ പറയുന്നത്, മോൻ പോയി വിളിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇയാളുടെ പുറകെ ഓടി ഇയാളവിടെ LIG എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുറകെ ഓടി എത്തി. ഇയാൾ ബാഗും എന്തൊക്കെയോ എടുത്ത് ഇയാൾ തിരിച്ചിറങ്ങി. വഴിയിൽ വെച്ച് ഇയാളെ കണ്ടതും ഗുരുവല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ കാലിൽ വീണു. അവിടെ ആ റോട്ടിൽ വെച്ച് ഞാൻ കാലിൽ മുട്ടുകുത്തി ഇരുന്നവർ പോവല്ലേ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം, നമുക്കത് ഇനിയും നേരെ പോയാൽ മതി, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ. അപ്പോൾ അത് കണ്ട അമ്മ അവിടെ ഉണ്ട്, അപ്പുറത്തെ റൂമിൽ നിന്ന് അവർ കണ്ടെന്ന് പിന്നെ പറയാം, ആശ കാലിൽ വീണ ഞാൻ കണ്ടെന്ന് നമ്മുടെ വേറൊരു അമ്മയുണ്ട്, ആ അമ്മ പറയും. അപ്പോൾ അങ്ങനെ വീണപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഞാൻ ഗുരു വിളിച്ചാലും വരില്ലല്ലോ എന്നും പറഞ്ഞാൽ കൈയും ഇളക്കിക്കൊണ്ട് അയാൾ ഒരു ഓടിയപ്പോൾ ഈ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ മോൻ തന്നെ വന്ന് ഇയാളെ കൊണ്ട് അവിടെ ആക്കി കൊടുത്തു. കാരണം അവർ തമ്മിൽ അവനെ കൊണ്ട് ഞാൻ നിന്നെ നാറ്റിക്കുമെന്ന് അയാൾ ടിറ്റ് ഫോർ ടാറ്റ് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അയാൾ ചെയ്യിച്ചു. അയാൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും രസകരമായ ഒരു ഭീകരമായൊരു വശം എന്താണെന്ന് വെച്ചാൽ, ഈ വാദിയെ പ്രതിയാക്കുന്ന സ്വഭാവം ഇയാൾക്ക് പണ്ടും ഉണ്ടല്ലോ. ഇയാൾ എന്താ ചെയ്തെന്നറിയോ, അഭിമന്യ ശിഷ്യപൂജയുടെ അടുത്ത് നിന്ന് ഈ പ്രശ്നം കഴിഞ്ഞ് ഇറങ്ങി പുറത്തു പോയിട്ട് പിന്നെ കേൾക്കുന്ന കഥ, ആശ്രമം മുഴുവനും ഇയാളുടെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ട് ഇവിടെ. ആ സുഹൃത്തുക്കളും എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ മോൻ ഉൾപ്പെടെ അവരെ പോലും വിശ്വസിപ്പിച്ചു, പോയി കരഞ്ഞ് പറഞ്ഞ് അവർ പോലും വിശ്വസിച്ചിട്ട് അവർ മുഴുവനും ഇവിടെ എനിക്ക് എന്തോ അവിഹിതം ഉള്ളത് കൊണ്ട് ഞാൻ അയാളെ വേണ്ട എന്ന് പറഞ്ഞു. ഒരു ഭർത്താവിനെ വേണ്ട എന്ന് ഭാര്യ പറയും. ഈ ഒരു സെൻറ്റൻസ് നാട് മൊത്തം പറഞ്ഞിട്ട് ആകെ ഞാനായി ഇവിടെ കുറ്റവാളി. ആ രീതിയിൽ ഇയാൾ അങ്ങ് പോയി. ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ ആശ്രമത്തിലെ ബൂത്തിൽ തന്നെ ചെന്ന് ഞാൻ ഫോൺ ചെയ്ത് ഇയാളുടെ അമ്മയോടും സഹോദരിയും ഒക്കെ ഫോൺ എടുത്ത് തന്നെ ചീത്ത വിളിക്കുക. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ട്, കുഴപ്പമില്ല, ഞാൻ എൻ്റെ വിഷമം കൊണ്ട് അങ്ങനെ പറഞ്ഞതാ, കുഴപ്പമില്ല, പുള്ളി തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് അയക്കും, നമുക്ക് ഒരുമിച്ച് ഒരു കുടുംബം ആകുമ്പോൾ ഇങ്ങനെ ജീവിച്ച് പോകാം, കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, ഇനി നിന്നെ ആർക്ക് വേണമെന്ന് ചോദിച്ചാൽ അവർ എന്തെല്ലാം തെറി എന്നെ ആ ഫോണിൽ കൂടെ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. അവിടെ ഞാൻ ഫോൺ വെച്ച് കരഞ്ഞു വിളിച്ച് വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ മല്ലമ്മാവൻ അയാളുടെ വീട്ടിൽ പോയി. ഇവിടുന്ന് പലരും അയാളുടെ വീട്ടിൽ
അവരോടെല്ലാം എന്നെക്കുറിച്ച് ഈ അനാവശ്യം പറഞ്ഞ് അവരെല്ലാവരും പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പിന്നെ അയാളുടെ കൂട്ടുകാരടുത്ത് പറഞ്ഞ എന്താ കഥയെന്ന് അറിയോ, എന്നെ ശ്രീജിത്തിനെ കൂടെ LIG വെച്ച് അയാൾ പിടിച്ചുപോലും. അപ്പൊ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ LIG കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം ഒന്ന് ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണത്തിൽ അവധൂതനെ പോലെ ഇങ്ങനെ മുടിയും മൊട്ടയടിച്ച് അവിടെ വെയിലത്ത് ഇങ്ങനെ കറുത്ത ഒരു സൈക്കിളിൽ ഇങ്ങനെ അങ്ങനെ പോകുന്ന ഒരു കാലമാണ്. ഞാൻ അങ്ങനെ പറയുന്നത് പറഞ്ഞുകൊണ്ടല്ല, അത്രയും വെയിലും ഒന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയോ നടക്കുന്നത്. ആ മനുഷ്യനെ അവിടെ വെച്ച് പിടിച്ച് ഇങ്ങനെയുള്ള വൃത്തികെട്ട കഥയാണ് ഈ ഒരു നാട്ടിൽ പറഞ്ഞു വരുന്നത്. അവസാനം ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എന്നെ പട്ടിയെ പോലെ ആശ്രമത്തിൽ മുമ്പിലിട്ട് തല്ലുമെന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. ഞാൻ വീണ്ടും വിളിക്കുമ്പോൾ പറയുന്ന വർത്തമാനമാണ്. അങ്ങനെ പല പ്രാവശ്യം എൻ്റെ മോനും ഞാനൊക്കെ വിളിച്ചപ്പോഴെല്ലാം ആ പെണ്ണിനെ വിട്ടിട്ട് അയാൾ വരില്ല, അതിനെ വിട്ട് വരാൻ പറ്റില്ല. പിന്നെ അയാൾക്ക് ഡിമാൻഡുകളാണ്, അയാളുടെ ഡിമാൻഡ് നമ്മൾ അംഗീകരിച്ച് അയാളെ കൊണ്ടുവരണം. അതാണ്, അല്ലാതെ അയാൾ തോറ്റു തരത്തില്ല, അല്ലെങ്കിൽ അയാളുടെ തെറ്റ് അംഗീകരിക്കത്തില്ല. ആ രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പിന്നെ നമ്മൾ എങ്ങനെയാണ് അയാളോട് യോജിച്ചു പോകുന്നത്? അപ്പോൾ ഇതിനിടയ്ക്ക് ഈ സുനിത എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അവളുടെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ അവൾക്കൊരു വീട് പാപ്പനംകോട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ഒരു കോർണർ പോലെ ഒരു ഇങ്ങോട്ട് കയറി അങ്ങോട്ട് ആരും ചെന്ന് പെടില്ല, അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു വീടെടുത്ത് ഈ പെണ്ണിനെ താമസിപ്പിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അവളുടെ സഹോദരിയാണ് എന്ന് പറഞ്ഞു, സഹോദരനാണ്, തൻ്റെ സഹോദരിയാണെന്ന് പറയണം നാട്ടുകാർ മൊത്തം ഇവർ വിശ്വസിപ്പിച്ചത്. എന്നിട്ട് ആ പാലുകാച്ചലിന് എന്നെ ബലമായിട്ട് കൊണ്ടുപോയി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ കൊണ്ടുപോയി അവിടെ നിർത്തി. കാരണം ഇതിനൊരു ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ടെന്നൊരു ഇമേജ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ കൊണ്ടുപോയി എന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഭയങ്കര വഴക്ക് പിന്നെ നടന്നത്. അപ്പോൾ ഇയാൾ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ പിന്നെ അറിഞ്ഞു ഈ പാപ്പനംകോട് ഇയാൾ താമസിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അയാളുടെ നെയ്ബർ ആ ആള് എന്നെ വിളിച്ചു, എൻ്റെ നമ്പർ അയാളെ എവിടെ നിന്നോ സംഘടിപ്പിച്ച് വിളിച്ചിട്ട് പറഞ്ഞു അയാൾക്ക് എന്തോ പൈസ കൊടുക്കാനെന്തോ ഉണ്ടായിരുന്നു. ഇങ്ങനെ വിളിച്ചിട്ട് അയാളിനോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇയാൾ ഈ പെണ്ണിൻ്റെ കൂടെ അവിടെ താമസമാണ്. അപ്പോൾ ഇത് പലരിൽ നിന്നും ഞാൻ അറിയാൻ കഴിഞ്ഞു. അന്ന് ഈ കാര്യം അറിയാവുന്നത് നമ്മുടെ രാജ്കുമാർ ഡോക്ടറും വൈഫിനൊക്കെ ഈ സംഭവം അറിയാം, പാപ്പനംകോട്ടെ. അത് അവരടുത്ത് ഞാൻ മറന്നു, അന്ന് അവരിത് പറഞ്ഞായിരുന്നു, ഇങ്ങനെ സഹോദരൻ എന്നും പറഞ്ഞ് ഈ ഒരു ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ, അന്ന് നാട്ടുകാർ കളിയാക്കുന്നുണ്ട് എന്ന് അവർ കേട്ടായിരുന്നു. അപ്പം അങ്ങനെ നടന്നപ്പോഴാണ് പിന്നെ ഞാൻ മനമെടുത്തിട്ട് ഞാൻ ഡൈവോഴ്സ് ചെയ്യാനായിട്ടുള്ള അനുവാദത്തിനായിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, മോൻ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യ്, വീട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അനുവാദം, ഗുരുവിന് ഡൈവോഴ്സ് ചെയ്യുന്ന ഗുരു പറയത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു അനുവാദം തന്നു. ഞാൻ പോയി ഡൈവോഴ്സ് ഫയൽ ചെയ്തു. 3 പ്രാവശ്യം ഇവരാരും വന്നില്ല. അപ്പോൾ പിന്നെ എക്സ്പാർട്ടി വിധിയല്ലേ, ഡൈവോഴ്സ് കിട്ടുമെന്നായപ്പോൾ ആ 3ാമത്തെ പ്രാവശ്യം ഇയാളുടെ അമ്മ കോടതിയിൽ കയറി വന്ന് കേസ് അങ്ങ് ഏറ്റെടുത്തു. ഇയാൾ ഗൾഫിലും പോയി എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് കേസ് നടത്താനായിട്ട് ഇയാൾ വന്നിട്ട് പിന്നെ ഈ കേസിന് വേണ്ടി എന്നെ ഇങ്ങനെ നടത്തിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അഭിനന്ദ ശിഷ്യഭൂതി തന്നെ പറഞ്ഞു, മോൻ ഇനി കേസൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് ഇനി വേണമെങ്കിൽ തിരിച്ച് വരട്ടെ, ഇനി കേസൊന്നും ആണെങ്കിലും തിരിച്ച് വരണമെങ്കിൽ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് വീണ്ടും ഈ കേസ് ഇതിന് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതനുസരിച്ച് പല പ്രാവശ്യം ഞാൻ കേസിന് പോകാതിരുന്നു. പക്ഷേ അയാൾക്ക് പിന്നെ വേറെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അയാൾക്ക് വന്നപ്പോൾ അയാൾ തന്നെ വന്ന് ഡിവോഴ്സ് തന്നിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് നടക്കുന്നത് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം എനിക്ക് അത് കഴിഞ്ഞ് ഇപ്പോൾ 2017 പിന്നെയും 10 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ വിവാഹത്തിലേക്കൊക്കെ കാര്യം നടക്കുന്നത്. എനിക്കിപ്പോൾ അങ്ങനെ ഒരു മോശമായിട്ട് പോകണമെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങ് പോയാൽ പോരാ. അന്ന് എനിക്ക് 33 വയസ്സ്. ആ 33 വയസ്സുള്ള സമയത്ത് എനിക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ. എനിക്ക് ഇത്രയും വർഷം കാത്തിരിക്കണം. അതിൻ്റെ ഇത്രയും വർഷം ഞാൻ ഇവിടെ ഈ ആശ്രമത്തിൽ ജീവിക്കുന്ന സമയത്ത് ഈ കള്ളക്കഥകളുടെ ഇടയിൽ എനിക്കിത് ആരോടൊന്നും പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ഞാൻ എത്ര അപമാനം സഹിച്ചാണ് ഇവിടെ. കാരണം ആശ്രമത്തിൻ്റെ ഔദ്യോഗികമായ രീതിയിൽ മാതൃമണ്ഡലം അങ്ങനെ എല്ലാത്തിലും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ കമ്മ്യൂണിറ്റി മുഴുവനും ഒരു ചീത്തപ്പേരും സഹിച്ച് അത് ഭാരം തലയിൽ ചുമന്ന് വിഷമിച്ച്, എന്നാൽ ഗുരുവിന് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ഗുരുവിൻ്റെ ആ ഒരു ഹൃദയം കൊണ്ടുള്ള സപ്പോർട്ടും ആ ഭക്തി സ്നേഹവും കൊണ്ട് ഞാൻ തല ഉയർത്തി ഇവിടെ നടക്കുകയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്രായത്തിൽ, അതൊരു 33 വയസ്സൊക്കെ ഉള്ള സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെ. എനിക്കിപ്പോൾ ആശ്രമത്തിൻ്റെ സപ്പോർട്ടിൻ്റെ ആവശ്യം ഇന്നത്തെ കാലത്ത് ഇല്ലല്ലോ. ആശ്രമത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിക്കാനുള്ളത് എൻ്റെ അമ്മയും അച്ഛനും ഉണ്ടാക്കിയിട്ടുണ്ട്, ശ്രീജിത്തിനുള്ള ശ്രീജിത്ത് തുടങ്ങി. എനിക്ക് വേണമെങ്കിൽ അങ്ങ് ആ ചെറിയ പ്രായത്തിൽ ഇറങ്ങിപ്പോയിക്കൂടെ. ഞാൻ ഈ 10 വർഷം വരെ കാത്തിരുന്ന് ഇത്രയും പ്രായമായിട്ട് വിവാഹം കഴിക്കാനിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല ആശ്രമത്തിൻ്റെ സപ്പോർട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആവശ്യമില്ല. പക്ഷേ ഈ ചന്ദ്രബാബു പറയുന്നത് എന്താണ്, ആശ്രമത്തിൽ നിന്ന് എനിക്ക് എന്തോ സഹായം ചെയ്ത് അതിന് ഉപകാരസ്മരണ ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിന് ആശ്രമത്തിൻ്റെ ഒരു സപ്പോർട്ടും നമ്മൾ ഒരു കാലത്തും നമ്മൾ ദുരുപയോഗം ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കണമെങ്കിൽ അവരങ്ങ് കല്യാണം കഴിച്ചാൽ മതി. അതിന് ഗുരുവിൻ്റെ അനുവാദമൊന്നും വേണമെന്നില്ല. പോകണമെന്നുള്ളവർ പോകും. അത് വേണമെന്നുള്ളവർ വേണം ഗുരുവിൻ്റെ അടുത്ത് അനുവാദം ചോദിക്കുക ചെയ്യുക. അപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടത്തിന് എന്നോ ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ഒരു 10 വർഷക്കാലം എന്ന് പറയുമ്പോൾ ശ്രീജിത്ത് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിക്കണമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആശ്രമം
ഒരു സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. എന്നാൽ ശ്രീജിത്ത് നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു വഴികാട്ടിയായിട്ട് നമുക്കൊരു ഉപദേശിയായിട്ട് ഒരു ആശ്വാസമായിട്ടൊക്കെ ശ്രീജിത്ത് ഒരു സുഹൃത്തായിട്ട് നിൽക്കട്ടെ എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് എൻ്റെ കുട്ടികൾ ശ്രീജയുടെ അടുത്ത് ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷന് പോകുമ്പോൾ ഇവർ ശ്രീജിത്തിനെ പരിചയപ്പെടുന്നു, കൂടുതൽ ഇവർ പരസ്പരം അടുക്കുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം കുട്ടികളാണ് പറഞ്ഞത്, അമ്മ എന്നാൽ പിന്നെ അമ്മയ്ക്ക് പിന്നെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൂടെ, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലായിടത്തും പോകാമല്ലോ എന്നുള്ള അവരുടെ ഒരു കൊച്ചു മനസ്സിലെ അവരുടെ ആ ഒരു ഇഷ്ടവും സ്നേഹവും അവർ പറഞ്ഞാണ് പിന്നെ ഇത് കൺവിൻസ് ചെയ്യും. പിന്നെ അമ്മയും എല്ലാവരും പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളങ്ങ് ഒരുമിച്ച് വിവാഹം കഴിക്കുക, നമുക്കങ്ങ് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഇതിലാണ് പിന്നീട് മനസ്സൊന്ന് മാറിയതും പിന്നീട് ശ്രീജിത്ത് എന്ന് അഭിമന്യ ശിഷ്യപൂജയുടെ അടുത്ത് അനുവാദം ചോദിക്കുന്നതും. അപ്പോൾ അത് വീട്ടുകാരായിട്ട് എല്ലാം ആലോചിച്ച് നടത്തിക്കോളാൻ ഉള്ള അനുവാദമാണ് ശിഷ്യപൂജ തന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അനുവാദം കിട്ടി, വേണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് കല്യാണം നടത്തിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ അവിടെ ശ്രീജിത്ത് തന്നെ പറഞ്ഞു, നമ്മളുടെ കല്യാണം ഇനി നടത്തി തന്നെന്ന് പറഞ്ഞ ഗുരുവിന് അതൊരു പഴി ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല, അതുകൊണ്ട് നമുക്ക് പുറത്ത് വെച്ച് കല്യാണം നടത്താം. ഇനിയിപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്യണമെങ്കിൽ അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ആരാധനാലയത്തിലാണെങ്കിൽ അവിടെ നമുക്ക് ആ കാര്യമില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ഗുരു തന്നെ എത്രയോ കാലം പൂജ ചെയ്ത നമ്മുടെ ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിൽ അവിടെ പോയി നമുക്ക് ജന്മഗൃഹത്തിൽ നമുക്ക് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി വിവാഹം കഴിച്ചു. അതിനുശേഷം നമ്മൾ നേരിട്ട് ആശ്രമത്തിൽ വരികയും ഗുരുവിനെ കാണുകയും നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു വിവാഹത്തിലെത്തുന്നത്. അപ്പോൾ ചന്ദ്രബാബു ചിറ്റേക്കാട് പറയുന്നത് പോലെ ഇപ്പം ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇവിടെ ഗുരു ആണോ എൻ്റെ ആദ്യ വിവാഹം നശിപ്പിച്ചത്, അല്ലെങ്കിൽ അവരുടെ കുടുംബം നശിപ്പിച്ചത് ഗുരുവാണോ? അപ്പോൾ ഇതൊക്കെ സംഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഇതെല്ലാം ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ആധ്യാത്മികമായ ഒരു പരിവർത്തനം, അതാണ് അതിൻ്റെ ഒരു വലിയ ഒരു എവല്യൂഷൻ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഇത്രയും ദുഃഖം വന്നപ്പോൾ ഞാൻ അത്രയും അധികം ദൈവമേ ദൈവമേ ഗുരുവേ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. അത്രയും നെഞ്ചുരുകി ഗുരുവിനെ പ്രാർത്ഥിക്കാൻ, ദൈവമേ എന്നുള്ള ആ ഒരു ഫോക്കസിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ഒരുപക്ഷെ എനിക്കത് വലിയൊരു നന്മയായിരിക്കും ഇത്രയും സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പം എന്തായാലും അതെല്ലാം ഉണ്ടായത് കൊണ്ട് എനിക്ക് നന്മയെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ എല്ലാം ഒരു നന്മയിൽ കലാശിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഇവർ പറയുന്ന പോലെ ഒരു വൃത്തികേടല്ല. ഈ ചന്ദ്രബാബു പറഞ്ഞ കുറേ കാര്യങ്ങളും അതിൻ്റെ കുറേ കമൻസ്, ഒരുപാട് പേരുടെ പ്രതികരണങ്ങളും മോശമായ രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മോൻ ഗുരുകൽപ്പനൻ അവന് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ള ഒരു ആവശ്യം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ മോനെ വിളിക്കണം. മോനെ വാ, അവൻ സംസാരിക്കും നിങ്ങളുടെ അടുത്ത്, പിന്നെ എൻ്റെ മോളും സംസാരിക്കും. സദ്ഗുരുവേശ്വരണം. ഞാൻ പൊതുവെ ഇന്നേ വരെ ഇവരുടെ വീഡിയോകളിലോ അതിൻ്റെ ഭാഗമായിട്ടില്ല. കാര്യം അതെല്ലാം ആധ്യാത്മിക വിഷയങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു പാർട്ടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നേ വരെ ഒന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാനതിന് സംസാരിക്കാൻ നിർബന്ധിതനായത്, അല്ലെങ്കിൽ അവിടെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നാൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഇവരുമായിട്ട് പ്രതിപക്ഷമുള്ള വ്യക്തികളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഈ ആത്മീയമായ വിഷയങ്ങൾ ഇവർ പറഞ്ഞ കാര്യത്തിനോട് ഉത്തരമില്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാകുമ്പോൾ ഇവർ വളരെ തറയായ ഒരു ടാക്ടിക്സാണ് പേഴ്സണൽ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ആധ്യാത്മിക വിഷയങ്ങളിലൊക്കെ മാറി ഇവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ പേഴ്സണൽ ജീവിതത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പേഴ്സണൽ അറ്റാക്ക് നടന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ ഏറ്റവും 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഗുരുവും എൻ്റെ ഫാമിലിയും. അപ്പോൾ ആ ഫാമിലിയെ പറ്റി മോശമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെ അവരെ ഡിഫെയിം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതും വസ്തുരഹിതമായ കാര്യങ്ങൾ വെച്ച്, വളരെ മോശമായ കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അവിടെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു കടമയുണ്ട് എനിക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹത്തെ പറ്റിയാണ് ഈ പറഞ്ഞ ചന്ദ്രബാബുവും അല്ലെങ്കിൽ മറ്റാൾക്കാരും എന്തോ ഒരു മോശം കാര്യം ചെയ്ത പോലെ പറയുന്നത്. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണവും അവരുടെ ആധ്യാത്മിക വിഷയങ്ങളും രണ്ട് ഇൻഡിപെൻഡൻ്റായ കാര്യങ്ങളാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ അവർ വളരെ പേഴ്സണലായിട്ടൊരു അഫെയറും, ആധ്യാത്മികമായിട്ടുള്ള കാര്യം അവർ പ്രൈമറി, അവർ ഗുരുവിൻ്റെ ആശയത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഒരു കർത്തവ്യമാണത്. അപ്പോൾ ഈ മാരേജ് എങ്ങനെയാണ് നടന്നത്? ഈ 2017 ഈ പറഞ്ഞ അച്ഛൻ്റെ അമ്മയുടെ കല്യാണം നടക്കുന്നത്. ഇത് നടക്കുന്ന റീസൺ എന്ന് പറയുന്നത്, ഞാൻ ആൻറ്റിയുടെ, അതായത് ശ്രീജ ടീച്ചറിൻ്റെ വീട്ടിൽ ട്യൂഷന് പോവുകയും ആ 17 വയസ്സുകാരനായ ഞാൻ അവിടെ അച്ഛനെ പരിചയപ്പെടുകയും, അപ്പോൾ നമ്മൾ 17 വയസ്സുള്ള പയ്യന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു ഇഷ്ടം തോന്നും. കാര്യം അവരുടെ വസ്ത്രധാരണം, അല്ല അവരുടെ രീതി, അല്ല അവരുടെ ഒരു വ്യക്തിത്വം, ഇതിനെ കാണുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു സ്നേഹം തോന്നും. അപ്പം ഞാൻ പൊതുവേ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ആളാണ്. ഞാൻ അധികം ആൾക്കാരെ പെട്ടെന്ന് അംഗീകരിക്കുന്ന ഒരാളല്ല. അതിൻ്റെ സ്വഭാവത്തിന് കുഴപ്പമായിരിക്കും. പക്ഷേ ഞാൻ ഭയങ്കര ക്രിട്ടിക്കലാണ്. ഞാൻ പെട്ടെന്ന് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് പുള്ളിയുടെ രീതികളും, പുള്ളിയുടെ സംസാരം, പുള്ളിയുടെ സമീപനം, പുള്ളി ആൾക്കാരോട് മിണ്ടുന്ന രീതി, ഇടപെടുന്ന രീതി, ഈവൻ നമ്മളെയൊക്കെ ആ പ്രായത്തിൽ ആൾക്കാർ പോടാന്ന് ചെറിയ പിള്ളേർ തട്ടിവിടുമ്പോഴും നമുക്ക് പോലൊരു റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെ ഞാൻ അദ്ദേഹം ക്ലോസ് ആവുകയും, നമ്മൾ സിനിമയെ പറ്റിയും ക്രിക്കറ്റിനെ പറ്റിയും നമ്മൾ അങ്ങനെ ക്ലോസ് ആയപ്പോൾ
എനിക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹവും ഒരു ബഹുമാനം തോന്നി. പിന്നെ നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ കാണുന്നു, സംസാരിക്കുന്നു, മിണ്ടുന്നു. അദ്ദേഹത്തെ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കാലങ്ങളായിട്ട് ഇവിടെ സങ്കടപ്പെട്ട് വിഷമിച്ച് ദുഃഖിച്ച് ജീവിക്കുന്നു. അപ്പോൾ അവർക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത ഇവിടുത്തെ ഒരുപാട് മനുഷ്യർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല, അവരെ തട്ടിക്കളിക്കുന്നു. ഇപ്പോൾ ഭർത്താവ് ചോദിക്കാനുണ്ടെന്ന് തോന്നുന്ന അടുത്ത് ഇവർ സംസാരിക്കാനെന്ന് പോലും. പക്ഷേ എൻ്റെ അമ്മയെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ട്രീറ്റ് ചെയ്ത് ഞാൻ പല സാഹചര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ദുഃഖമാണ്. അപ്പോൾ അമ്മ എങ്ങനത്തെ വ്യക്തിയാണെന്ന് എനിക്കറിയാം, അച്ഛൻ എങ്ങനത്തെ വ്യക്തിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ അമ്മയാണെങ്കിലും ഷീസ് എ വെരി ബ്യൂട്ടിഫുൾ വുമൺ. അന്ന് അവർ കുറച്ചുകൂടി യങ്ങാണ്. ഷീസ് എൻ എലിജിബിൾ ലേഡി. അപ്പോൾ കല്യാണം കഴിക്കണമെന്ന് അമ്മയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അമ്മ ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കാൻ അപ്രോച്ച് ചെയ്യുന്നു. നമ്മൾ ചെറിയ പയ്യൻ പിള്ളേരാണെങ്കിൽ നമ്മളത് കാണുമല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛനും ഹീസ് എൻ എലിജിബിൾ ബാച്ചിലർ. അങ്ങനെ ഒരു ക്യാരക്ടറും ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ച് ഹി വാസ് ഓൾസോ നെവർ ഷോർട്ട് ഓഫ് എനി ഓപ്ഷൻസ്. അദ്ദേഹത്തിൻ്റെയും പിന്നാലെ ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും കല്യാണ ആലോചനകൾക്കും കാര്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദീസ് പീപ്പിൾ വെയർ ഫോർ ദെയർ ഓൺ റീസൺസ്, അവരുടെ റീസൺസ് കൊണ്ട് അവർ അൺമാരീഡ് ആയിട്ട് റിമെയിൻ ചെയ്യുന്ന 2 ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഐഡിയോളജി ഈസ് വെരി സിമിലർ. അവർ ഗുരുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറായിട്ടുള്ള ആളുകളാണ്. അവരുടെ ആശയം ഒരേ സെയിം വേവ് ലെങ്ത്തിലാണ് പോകുന്നത്. അപ്പോൾ ദേ ആർ വെരി മച്ച് സിമിലർ. വളരെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള 2 മനുഷ്യരാണ്. അപ്പോൾ മോർ ഓവർ അവർ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ 2 നല്ല സുഹൃത്തുക്കൾക്ക് മാത്രമേ പാർട്ട്നേഴ്സായി മാറാൻ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 2 പാർട്ട്നേഴ്സിന് വേണ്ട എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ക്വാളിറ്റീസും ഇവർക്ക് 2 പേർക്കുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്നാൽ പിന്നെ ഇവർക്ക് ഒന്നിച്ചൂടെ? ഇവർക്ക് ഒന്നിക്കാമെങ്കിൽ 2 ഫാമിലീസ് ഒന്നിക്കും. അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒരു അമ്മയെ പോലത്തെ ഒരു പാർട്ണർ വന്നു കഴിഞ്ഞാൽ, ഇപ്പം പാർട്ണർ വരുന്ന ആൾ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തൊരു പാർട്ണർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഇപ്പോൾ അമ്മയെ പോലെ പാർട്ണർ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു പെർസ്പെക്റ്റീവും ഐഡിയോളജിയൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവുന്ന ഒരാളാണ്, അതനുസരിച്ച് ജീവിക്കാൻ പറ്റും. ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും അച്ഛനെ പോലെ ഒരു പാർട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ അമ്മേനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടീസിനും ഇതുകൊണ്ട് നന്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനാണ് ഈ പറയുന്നത് ഈ പ്രപ്പോസൽ പോലെ മുന്നോട്ട് വയ്ക്കുന്നത്. കാര്യം അതിപ്പോൾ പെട്ടെന്ന് ആളുകൾ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ വിചാരിക്കും അതെന്താണ് ഒരു മോൻ അങ്ങനെ അമ്മയുടെ കല്യാണം. നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരിനി 10-70 വയസ്സ് വരെ ആരോരും ഇല്ലാതെ ദുഃഖിച്ച് സങ്കടപ്പെട്ട് ജീവിക്കണമെന്നാണ്. അങ്ങനെയല്ല. അങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയല്ല, അമ്മയ്ക്ക് നല്ലത് പറഞ്ഞ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങളല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അതെന്താ അവർക്ക് അങ്ങനെ ജീവിച്ചാൽ പോരെ? അത് വെറുതെ പെരിഫറലി പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഇവരാണ് ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ സഫർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഐ ഫെൽ ലൈക്ക് ഷീ ഓൾസോ ഡിസേർവ്സ് ഹാപ്പിനെസ്. അതെനിക്കൊരു ഓക്വേർഡ് തിങ് ആയിട്ടൊന്നും തോന്നില്ല. ഇറ്റ്സ് വെരി ഫെയർ തിങ് എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം നമുക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ, ഇവിടെ പല ആൾക്കാരും എൻ്റെ ബയോളജിക്കൽ ഫാദറിനെ പൊക്കി പറയുന്നു, അവരെങ്ങനെയാണ് ഇങ്ങനെയാണ്, അവർ പുണ്യാത്മാക്കളാണെന്ന രീതി പറയുന്നു. പക്ഷേ ഇത്രയും ദുഃഖത്തിന് ശേഷവും ആശ്രമത്തിൽ പിടിച്ചു നിന്നാരാ? അതെൻ്റെ അമ്മയാണ്. 2 മക്കളെയും കൊണ്ട് എവിടെ ഇറങ്ങി പോവാതെ ഗുരുവേന്നും പറഞ്ഞ് ഇവിടെ കടിച്ചു നീ കിടന്നാരാ? എൻ്റെ അമ്മയാണ്. അവരെ കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി അവർ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ അമ്മയാണ്. ഈ പറയുന്ന ബയോളജിക്കൽ ഫാദർ, ഈ ഫാദർ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഒരു സ്പേം ഡൊണേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നോ വൺ വിൽ ബിക്കം എ ഫാദർ. ഒരു ഫാദർ എന്ന് പറഞ്ഞാൽ ആ ഫാദറിന് കുറച്ച് ധാർമ്മികമായിട്ടുള്ള കർത്തവ്യങ്ങളുണ്ട്. അപ്പം അത് ഒരു രീതിയിലും നിറവേറ്റാത്തൊരു വ്യക്തി, നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല നമ്മളെ ഉപദ്രവിക്കുകയും വിഷമിക്കുകയും, എൻ്റെ സിസ്റ്ററിനെ പോലും ഞാൻ കണ്ടോണ്ടിരിക്കില്ല ഇതൊക്കെ, അവളെ പില്ലോ വെച്ച് ഞെക്കി ഇതാക്കാൻ ശ്രമിക്കുന്നതും, അവളെ ചെട്ടും വെച്ച് അടിക്കുന്നു, എൻ്റെ അമ്മേനെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നു, എന്നെ ഭയങ്കര റേഷ്യലി അബ്യൂസ് ചെയ്യുന്നു. അതൊക്കെ വേറെ കാര്യം, ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ സാധാരണ പിള്ളേർക്ക് അച്ഛനും അമ്മയും പിരിഞ്ഞാലും അച്ഛനോടൊരു മമതയോ സ്നേഹമോ കാണും. എനിക്കും എൻ്റെ അനിയത്തിക്കും പുള്ളിയോട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഇല്ല എന്ന് പറയുന്നത്, ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഇയാൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് വിലയിരുത്തിയൊന്നും നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഇല്ലായ്മ ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ നാച്ചുറലി അച്ഛൻ സ്നേഹം തരുമ്പോഴാണ് മക്കൾക്ക് നാച്ചുറലി അച്ഛനോട് സ്നേഹം തോന്നുന്നത്. അതിൽ ചിന്തയൊന്നുമില്ല. ഇറ്റ്സ് എ പ്രോസസ്സ്. അപ്പം നാച്ചുറലി നമുക്ക് പുള്ളി ഒരു സ്നേഹം തന്നിട്ടില്ല, നമ്മുടെ പുള്ളി ഒരു മമതയും കാണിച്ചിട്ടില്ല. അപ്പം നാച്ചുറലി വി ആർ വെരി ഡിറ്റാച്ച്ഡ് ടുവേർഡ്സ് ഹിം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട, അങ്ങനത്തെ ഒരു വ്യക്തി ജീവിതം ഇത്രയും ദുഃഖകരമാക്കിയിട്ട് പോലും ഗുരുവേ എന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിന്ന് എൻ്റെ അമ്മയാണ്. പുള്ളി വേറെ വെച്ചാരാധന ക്രമങ്ങളിലേക്ക് തിരിച്ചു പോയപ്പോഴും ഗുരുവിനെ മുറുകെ പിടിച്ചു എൻ്റെ അമ്മയാണ്. അപ്പോൾ ഐ ഫെൽ ലൈക്ക് സച്ച് എ വുമൺ, ഷീ ഡിസേർവ്സ് ഹാപ്പിനെസ്. ഇറ്റ് ഈസ് ഓൺലി ഫെയർ ദാറ്റ് ഷീ ഡിസേർവ്സ് ഹാപ്പിനെസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയിലാണ് ഞാൻ ഇവരുടെ കല്യാണം മുന്നോട്ട് വെച്ചതും അതിനെപ്പറ്റി സംസാരിക്കുക. പിന്നെ അതൊരു പ്രോസസ്സായിരുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ദേ ആർ നോട്ട് എക്സ്പെക്ടിങ് ഇറ്റ്. ബിക്കോസ് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പറയുമെന്ന് ഓൾറെഡി അവരുടെ ഒരു മനസ്സിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇല്ല. ബിക്കോസ് അവരും അറ്റ് ദി എൻഡ് ഓഫ് ദ സൊസൈറ്റി തന്നെ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ കല്യാണം കഴിക്കാതെ നല്ല സുഹൃത്തുക്കൾ എന്നുപരി അങ്ങനത്തെ ഒരു ചിന്ത അവരുടെ മനസ്സിലില്ല. അപ്പോൾ ഞാനിത് പെട്ടെന്ന് വെച്ചപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ കുറച്ച് പേഴ്സ്പെക്റ്റീവ്സ് കുറച്ച് എക്സ്പാൻഡഡ് ആണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു നാച്ചുറൽ തിങ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനത് പറഞ്ഞപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാനിവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു.
നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഓക്കെ ആണോ, ഇത് കൺസിഡർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആർ യു ബോത്ത് ഷുവർ അബൌട്ട് ദിസ് എന്നാണ് ഇവർ ഞങ്ങളുടെ കംഫർട്ടാണ് അവർ ആദ്യം നോക്കുന്നത്, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും. അപ്പോൾ അമ്മാമ്മയും പറഞ്ഞു, അച്ഛൻ്റെ അമ്മയും പറഞ്ഞു, ആശയെ പോലത്തെ ഒരു മരുമോൾ വരുമ്പോൾ എൻ്റെ മോൾ നല്ലതാണ്, ആൻറ്റിയും അമ്മയും അവർ നല്ല സുഹൃത്തും. ജലലക്ഷ്മി ചെറുപ്പം പോലെ നമ്മളടുത്ത് പാരൻസ് മീറ്റിംഗ് അല്ല ടീച്ചേഴ്സ് മീറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മളുമായിട്ട് കമ്പനിയാണ്. അപ്പോൾ അതങ്ങനെ എൻ്റെയും പുഷ്പത്തിൻ്റെ ഇനീഷ്യേറ്റീവിൽ നടന്നൊരു വിവാഹമാണ്. അപ്പോൾ ഈ വിവാഹത്തിൽ ഒരുപാട് കള്ളക്കഥകളും മറ്റേതും ചമച്ചൊടിച്ച് ഇനി എങ്ങനെയൊക്കെ ആൾക്കാർ നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഞാനാണ് ഇതിൻ്റെ സാക്ഷി, എൻ്റെ അനിയത്തിൻ്റെ സാക്ഷി. നമ്മൾ ജീവിതത്തിൽ കണ്ടു വളർന്ന പോലെയൊന്നും ഇവിടെ ആരും കണ്ടു വളർന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാനും എന്ത് നടന്നു എന്ത് നടന്നില്ല എന്ന് ആധികാരികമായിട്ട് പറയാൻ സകല അവകാശങ്ങളും ഫാക്ച്വൽ ഇതുള്ള ഞങ്ങൾക്കാണ്. കാരണം വി ആർ ദ വൺ ഹൂ വിറ്റ്നസ്ഡ് എവറിത്തിങ്. സോ ഞാൻ അത് എവിടെയും പറയും. ഇപ്പോൾ ഞാൻ ഇത്ര സ്പീഡിൽ സംസാരിക്കുന്ന ചിലപ്പോൾ ഒരു അറഗൻസായിട്ട് തോന്നുമായിരിക്കും, പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്, അതെൻ്റെ സംസാര ശൈലിയാണ്. പക്ഷേ എൻ്റെ അമ്മേനെയും എൻ്റെ അച്ഛനെയും ഗുരുവിനെയൊക്കെ പറ്റി ഇത്രയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാ, ഞങ്ങൾക്കാണ് എന്താണ് നടന്നത് എന്താണ് നടന്നില്ല എന്നുള്ള ബോധ്യം ഉള്ളത്. ബിക്കോസ് വി വിറ്റ്നസ്ഡ് എവറിത്തിങ്. അപ്പം ഞാൻ പറയുന്നു, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഹീസ് ദ ബെസ്റ്റ് മാൻ ഐ ഹാവ് എവർ സീൻ. അത് ഞാൻ നോ വൺ ക്യാൻ മേക്ക് ദാറ്റ് അപ്പ് അൺലെസ് യു ഫീൽ ഇറ്റ് ഫ്രം യുവർ ഇൻസൈഡ്. അതും എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, രണ്ടാനച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ലോകത്ത് എങ്ങനെയാണ് രണ്ടാനച്ഛന്മാർ പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഹീസ് മൈ ഫാദർ. ഞാൻ എൻ്റെ ഒരു സ്റ്റെപ്പ് ഫാദറായിട്ടൊന്നല്ല പുള്ളി കണ്ടത്. ഹീസ് മൈ ഫാദർ ബിക്കോസ് ഹീ ഹാസ് ഡൺ എവറിത്തിങ് ദാറ്റ് എ ഫാദർ ഹാസ് ടു ഡു ആൻഡ് ഹീ ഡിസേർവ്സ് ദാറ്റ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ അനിയത്തിയും ഞാനും അദ്ദേഹത്തിൻ്റെ പേര് ഗുരുകൽപ്പൻ ശ്രീജിത്ത്, പുഷ്പം ശ്രീജിത്ത് ഞങ്ങൾ ആഡ് ചെയ്യാൻ കാര്യം വി ഫീൽ ലൈക്ക് ഹി ഡിസേർവ്സ് ഇറ്റ്. അപ്പോൾ ഇത് ആദ്യ കാലങ്ങൾ അമ്മ അച്ഛൻ്റെ പേര് ആഡ് ചെയ്തിട്ടെന്ന് വെച്ചപ്പോൾ നമുക്കന്ന് 17-18 വയസ്സുള്ളൂ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് വേണ്ട, അത് പിള്ളേർ ദേ ആർ നോട്ട് മെച്ചുവർ ഇനഫ് ടു ലൈക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ, ചിലപ്പോൾ അത് ഫോഴ്സ് ചെയ്യുന്ന പോലെ ആണെങ്കിലോ. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് 25 വയസ്സുണ്ട്, പുഷ്പത്തിന് 23 വയസ്സുണ്ട്. നൗ വി ആർ അഡൾട്ട്സ്. നമ്മൾ വോട്ട് ചെയ്യാൻ ലൈക്ക് കേപ്പബിലിറ്റി ഉള്ള ആളുകളാണ്. വി ആർ വെരി മെച്ചുവർ അഡൾട്ട്സ്. സോ ഞങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളുടെ കൂടെ ചേർത്ത്. സോ ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നോ വൺ ക്യാൻ മേക്കപ്പ്. ഇത് ലൈഫിൽ കൂടി ഇപ്പം എനിക്ക് എൻ്റെ ബയോളജിക്കൽ ഫാദറിനോട് ഇത്രയും വിയോജിപ്പും ഇത്രയും ദേഷ്യം തോന്നേണ്ട റീസൺ ബിക്കോസ് അങ്ങനെ ദേഷ്യം തോന്നാനുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടാണ്. ഇദ്ദേഹത്തിനോട് എൻ്റെ അച്ഛനോട് എനിക്ക് ഇത്രയും സ്നേഹം ബഹുമാനം തോന്നുന്നു പറഞ്ഞാൽ സ്നേഹവും ബഹുമാനം തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ ലൈഫിൽ നടത്തിയത് കൊണ്ടാണ്. സോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രബാബു ആയിക്കോട്ടെ, മറ്റ് സ്ത്രീകളെ, ഇപ്പോൾ ഒരു സ്ത്രീ തന്നെ എനിക്ക് കേട്ടപ്പോൾ ചിരിയുമെന്ന് ദേഷ്യം വന്ന് അവർ വന്നിട്ട് എന്താണ് പറഞ്ഞത്, അവരിങ്ങനെ പറഞ്ഞു അമ്മയും അച്ഛനും, അച്ഛൻ ഒരു കുഞ്ഞനുജനാവാൻ പ്രായമുള്ളൊരു വ്യക്തി എൻ്റെ അമ്മ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അവരെൻ്റെ അമ്മയെക്കാളും 9 വയസ്സ് ഇളയതാണ്, എൻ്റെ അച്ഛൻ അവരെക്കാളും പ്രായം കുറഞ്ഞ ഒരാളാണ്. ഇതിപ്പോൾ രണ്ട് കാര്യമുണ്ട്, രണ്ട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതൊരു ഫോൾസ് നറേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഫോൾസ് ഇൻഫർമേഷനാണ്. കാര്യം എൻ്റെ അമ്മയും അച്ഛനും തമ്മിലുള്ള പ്രായ വ്യത്യാസം 6 അപ്പോൾ ഒന്ന് ഇവർ ഈ കള്ളവും ഏഷണിയും കുശുമ്പൊക്കെ പറയാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ആസ്വദിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവരൊരു സ്ത്രീയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇവർ തമ്മിൽ 15 വയസ്സാണ് വ്യത്യാസം ഇല്ലയും പറഞ്ഞത്. അങ്ങനെ അല്ല, എന്നിരുന്നാൽ അങ്ങനെ ആണെങ്കിൽ പോലും അവർ വളരെ സന്തോഷമായി മക്കളെയും കുടുംബത്തിനെയും ആശ്രമവും ഗുരുവിനെയും നോക്കി ജീവിക്കുന്നത്. എന്താണ് തെറ്റ്? ഇതിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ കുശുമ്പും കുണ്ടണിയും കുന്നായ്മയും ഏഷ്യന് പറച്ചിലും എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതൊരു ഭയങ്കര ഒരു ഹ്യൂമൻ തിങ് ആണ്, അത് മോശം കാര്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നിരുന്നാലും അത് ഒരു അധ്യാപികയും കൂടെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളത് പറയുന്നത് അത്ര ഭൂഷണമാണോ? അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാമ്പിൾ ആവേണ്ട ഒരു വ്യക്തിയല്ലേ? നിങ്ങളല്ലേ ശരിക്കും നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഒരു ഗുരുവിൻ്റെ ആശയം പറയാൻ മാത്രം എന്ത് യോഗ്യതയാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കുള്ളത് നിങ്ങൾ ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. അതിന് മുന്നേ ചോദിക്കുന്നത്, നിങ്ങൾ അധ്യാപികയല്ലേ? നിങ്ങൾ എന്താണ് കുഞ്ഞു കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വിഷവും ഈ വൃത്തികേടും ഈ കുന്നായ്മയും ഈ പറഞ്ഞ ഏഷണിയൊക്കെയാണ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ പറഞ്ഞതിന് മുന്നേ നമ്മളെങ്ങനെയാണെന്ന് കൂടി ആലോചിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞ അതേ നറേറ്റീവ് നിങ്ങളോട് ചോദിക്കുക, ഇനി അച്ഛനും അമ്മയ്ക്ക് എന്താണ് യോഗ്യത ഉണ്ടെന്ന് ചോദിക്കുന്നു. ഓക്കെ, ഓബ്വിയസ്ലി നമ്മളെല്ലാവരും അത്ര പെർഫെക്റ്റ് മനുഷ്യരൊന്നുമല്ല. വി ഹാവ് അവർ ഓൺ ഫ്ലോസ്. എന്നിരിക്കെ അവർ ഒരു ഗുരു നമ്മുടെ ആശയത്തിൽ ഏറ്റവും വലിയൊരു ഘടകമാണ് ഗൃഹസ്ഥാശ്രമം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ ജീവിതം എന്ന് പറയുന്നത്. അവരൊരു ഭാര്യയും ഭർത്താവായിട്ട് ഒരുമിച്ച് അവരൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്ത് അവർ ഗുരുവിന് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ഗുരുവിൻ്റെ ആശയത്തിന് വേണ്ടി സംസാരിക്കുന്ന 2 വ്യക്തികളാണ്. അവരവരുടെ മക്കളെയും, ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ബീങ് വെരി ഓണസ്റ്റ്, എനിക്ക് വളരെ ഓപ്പണായിട്ട് ഞാൻ പറയാം, എനിക്കിപ്പോൾ എല്ലാവരുടെ ലൈഫിലൊരു ഫാദർ ഫിഗർ വേണം.
എന്നാലാണ് അവർക്കൊരു ഒരു 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 ബോയ്ക്ക് ഒരു ഫാദറിൽ നിന്ന് കിട്ടുന്ന മാത്രം സർട്ടൻ എലമെൻറ്റ്സ്. എൻ്റെ അമ്മ അവരെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആൻഡ് എബോവ് ദാറ്റ് ഷി ഹാസ് ഡൺ എവറിത്തിങ് ടു റൈസ് അസ് വെൽ. അത് ഞാൻ ഒരിക്കലും അല്ലെന്ന് പറയില്ല, ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ലൈഫാണ് ഞങ്ങളുടെ അമ്മ വന്നത്. എന്നാൽ ഒരു 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 ബോയെ സംബന്ധിച്ച് ഒരു ഫാദറിൽ നിന്ന് കിട്ടുന്ന മാത്രം സർട്ടൻ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ ആക്ച്വലി എനിക്കറിയില്ല, നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ ഇപ്പം ഞാൻ നല്ല ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് സംസാരിക്കുന്നു, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നുമായിരിക്കും എന്ത് മനോഹരമായി സംസാരിക്കും തോന്നുമായിരിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ നമുക്ക് തന്നെ അറിയാലോ. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രസൻസ് ഇപ്പം ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 17 വയസ്സെങ്കിലും ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനും ഈ പറഞ്ഞ വാസനാപരമായ രീതിയിൽ ഒരുപാട് തെറ്റും കുറ്റങ്ങളും കുറവുകളൊക്കെ ഇതിലും ഉള്ളതിനേക്കാളും കൂടുതൽ 10 മടങ്ങ് എൻ്റെ ജീവിതത്തിൽ വന്നേനെ. പക്ഷെ അത് വരാതിരിക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ലൈഫിൽ വന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്കത് ക്ലിയർ ആയിട്ട് അറിയാം. ഈവൻ ദോ ഇപ്പോൾ ഞാൻ എൻ്റെ തെറ്റുകൾ നിങ്ങൾക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതിൽ എനിക്കറിയാലോ എൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഒരു ട്രജക്ടറി ഉണ്ട്. ഇഫ് ഐ ഹാഡ് നോ ഫാദർ ഫിഗർ, എൻ്റെ ട്രജക്ടറി ഞാൻ എത്ര മോശമായി പോകുമായിരുന്നൊരു ഗ്രാഫുണ്ട്, അതെനിക്ക് ഊഹിക്കാം. പക്ഷെ അച്ഛൻ എൻ്റെ ലൈഫിൽ വന്നുകൊണ്ട് എസ്പെഷ്യലി ഞാൻ അത്ര റെസ്പെക്ട് ചെയ്യുന്നൊരു പേഴ്സൺ ആയതുകൊണ്ട്, ഞാൻ അത്ര ലുക്കപ്പ് ചെയ്യുന്നൊരു പേഴ്സൺ ആയതുകൊണ്ട് ഐ ട്രൈ ടു listen to the same kind of music he listens. I try to dress like him, I try to talk like him. So അത്യാവശ്യം ഈഗോയും അത്യാവശ്യം പേഴ്സണാലിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തി അങ്ങനെ ഒരാൾ അത്രയും ആർഡൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് ദാറ്റ് പേഴ്സൺ ഇസ് അങ്ങനത്തെ ഒരു ഡിസർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഒരു ഗുഡ് മാൻ എന്നാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ അച്ഛൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തേക്കാളും വളരെ ഒരു വേറെ രീതിയിൽ പോയാനെ എന്നാണ് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇതിൽ ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ അനിയത്തിക്കും എനിക്കാണെങ്കിലും ജയലക്ഷ്മിക്കാണെങ്കിലും ആൻറ്റിക്കാണെങ്കിലും അമ്മാമ്മയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛൻ ഞങ്ങൾ ഫാമിലി ഹാപ്പിയായിട്ട് ജീവിച്ച് പോകുന്നു. അപ്പം നിങ്ങൾ പറഞ്ഞ യോഗ്യത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അവരൊരു കുടുംബമായി ഒരു അടുത്ത തലമുറേനെ ഇനിയിപ്പോൾ അവർ വാർത്തെടുക്കാൻ ഉള്ള എല്ലാ പ്രവർത്തികളും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ഹിസ്റ്റോറിയനാണ്. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ചരിത്രം പരിശോധിച്ചറിയാം ഒരുപാട് മനുഷ്യർ ഈ ഒരു ആശയത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ബുദ്ധമതത്തെ എടുത്തു പോയി കഴിഞ്ഞാൽ ഹീനയാന മഹായാന എന്ന് പറഞ്ഞാൽ അത് രണ്ടായിട്ട് സ്പ്ലിറ്റായി പോയി. നിങ്ങൾ ക്രിസ്ത്യാനിറ്റി എടുത്തു കഴിഞ്ഞാൽ അത് ജാക്കബൈറ്റ് കാത്തലിക്സ് എന്ന് പറഞ്ഞ് ഒരുപാട് സെക്റ്റുകളായിട്ട് അത് ഡിവൈഡായിപ്പോയി. ഇപ്പോൾ ഇസ്ലാം എടുത്തു കഴിഞ്ഞാൽ സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഡിവിഷൻസ് ഉണ്ട്. ഞാൻ അതിനൊക്കെ ഐ ഹാവ് കംപ്ലീറ്റ് റെസ്പെക്ട് ഫോർ ദം, ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ബട്ട് ദ പോയിന്റ് ബീങ് ഒരു വൺ പോയിന്ററായിട്ട് പോകേണ്ട ഒരു ആശയത്തെ സ്പ്ലിറ്റ് ആക്കാനുള്ള പ്രവർത്തികൾ ഈ ആശയത്തിലും നിങ്ങളെപ്പോലെ നല്ല ഒരുപാട് മനുഷ്യർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അവർക്ക് ഇതിലൊരു പേഴ്സണൽ അവർക്ക് പൈസ കിട്ടുന്നില്ല. അവർക്ക് നിങ്ങളെപ്പോലുള്ള മനുഷ്യർ കുറേ പേര് തെറി വിളിക്കുന്നതും തെറി കേൾക്കുന്നതും അല്ലാതെ അവർക്ക് കൊണ്ട് പേഴ്സണലി യാതൊരു ഗെയിനും ഇല്ല. ബട്ട് സ്റ്റിൽ ദേ ഡു ഇറ്റ്. വൈ? ബിക്കോസ് ദാറ്റ്സ് എ റൈറ്റ് തിങ് ടു ഡു. ഗുരുവിന് വേണ്ടി അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആശയത്തിന് വേണ്ടി. പിന്നെ ഗുരുവിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഗുരുവിന് എന്തോ ഒരു ഫേവർ ചെയ്യുന്ന പോലെയല്ല, നമ്മളെപ്പോലുള്ള മനുഷ്യർക്ക് നമ്മളൊരു കാലം മുന്നോട്ട് പോകുമ്പോൾ നന്നായിട്ട് പോകണമെങ്കിൽ ഗുരുവിൻ്റെ ആശയം എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ ഇത്രയും സയൻറ്റിഫിക്കലി ഇവോൾവ് ആയിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സയൻറ്റിഫിക് എക്സ്പോഷറും റാഷണൽ തിങ്കിങ്ങുള്ള ഞാൻ ഒരു നാണമാനോ തോന്നാതെ അല്ലെങ്കിൽ ചമ്പലം തോന്നാതെ ഈ ചെറുപ്പക്കാരനായ ഞാനിങ്ങനെ ഇരുന്ന് പറയുന്നതിൻ്റെ റീസൺ ബിക്കോസ് ഐ നോ ദിസ് ഇസ് ട്രൂ. അത് അനുഭവത്തിൽ അറിഞ്ഞൊരു വ്യക്തി പറയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ കൺവിക്ഷനാണ്. ഇപ്പോൾ എനിക്ക് അനുഭവങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര മേജർ അനുഭവങ്ങളൊന്നും വന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മളെ ജീവിതം കൊണ്ട് നമുക്കറിയാം, ഒരു ബൈ ഡീഫോൾട്ട് നമുക്കിത് സത്യമാണെന്ന് അറിയാം. പക്ഷേ അതിനുപരി അത് അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ കൂടെ ജീവിക്കുമ്പോൾ അദ്ദേഹം തരുന്ന ഇൻസൈറ്റിൽ നമുക്കിത് കുറച്ച് ദൃഢമാവുകയാണ്. ഇതാണ് ലൈക്ക് നമ്മളിനി എന്ത് ചെയ്താലും നമ്മൾ ലോകത്ത് എവിടെ പോയാലും ഇതാണ് നമ്മുടെ ആങ്കർ, അല്ലെങ്കിൽ നമ്മുടെ ആശയമാണ് നമ്മുടെ എല്ലാമെന്ന് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഗുരുവിൻ്റെ ആശയം പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ആശയം പറയാനുള്ള എല്ലാ യോഗ്യതയും അവരിൽ ഞാൻ കാണുന്നുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ വെരി ഓണസ്റ്റ്. ഈ ഒരു കോസിന് വേണ്ടി അവർ ഭയങ്കര ഓണസ്റ്റാണ്. അവർക്ക് ജെന്യൂനായിട്ട് ഗുരുവിൻ്റെ സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആശയം നിലനിന്ന് പോകണം എന്നുള്ളൊരു വളരെ സത്യസന്ധമായൊരു ഒരു ആഗ്രഹം അവർക്കുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു പേഴ്സണൽ മോട്ടീവ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ഇവരെന്നും കാണുന്നതല്ലേ, അവർക്ക് ഒരു സത്യസന്ധമായ സ്നേഹവും ഒരു ആഗ്രഹവും ഗുരുവിനോടുള്ള ഒരു ലോയൽറ്റി അവർക്കുള്ളത് കൊണ്ട് തന്നെ അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ യോഗ്യത ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി കുറ്റം പറയുന്ന ആൾക്കാരെല്ലാവരും അവർ പറയുന്ന രീതികളും അവർ ഉന്നയിക്കുന്ന വാദങ്ങളിൽ കൂടെ തന്നെ അവർക്ക് ഇതിൽ യോഗ്യത ഇല്ലാത്ത ആൾക്കാരെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കണം. അവർ തന്നെ നോട്ട് അക്യൂസിങ് എനിവൺ, ബട്ട് അവരുടെ തന്നെ ആക്ഷൻസ് അതിന് പ്രൂഫാണ്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഗുരുവാണ്. ഇതെല്ലാം കേൾക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കുക വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരു ശരണം. എനിക്ക് അമ്മേനെയും ചേട്ടനെയും പോലൊന്നും അങ്ങനെ പറയാനും സംസാരിക്കാനൊന്നും അത്ര അറിയുന്ന ആളല്ല. എന്നാലും ഇപ്പം അമ്മേനെയും ചാച്ചനെയൊക്കെ പറ്റിയിട്ട് വേണ്ടാത്ത രീതിയിൽ വളരെ മോശമായിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഞാനും എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു തെറ്റായിപ്പോവും. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോയിലൊന്നും വരാൻ ഒരു താല്പര്യമുള്ള ആളല്ല ഞാൻ. ഇപ്പോൾ ബയോളജിക്കൽ ഫാദറിന്റെ കാര്യം പറയുകയാണെങ്കിൽ
ഈ ആശ്രമത്തിൽ തന്നെ ഒരുപാട് പേര് വെറുതെ ഞങ്ങളടുത്ത് വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവരെ പറ്റി വെറുതെ പുകഴ്ത്തി പറയും. പക്ഷെ ഞങ്ങൾക്കല്ലേ അറിയാവൂ ശരിക്കും എന്താണ് കാര്യം എന്ന്. ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മളെ തിരിഞ്ഞു പോലും നോക്കാതെ പിള്ളേരെ വേണ്ട എന്ന് പറഞ്ഞ് കൈ കഴുകി കളഞ്ഞിട്ട് പോയ ആൾക്കാരാണ് അവര് ഒരു കുട്ടിക്ക് ചെറുപ്പത്തിലാണ് പേരൻസിന് ആവശ്യം, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ ഫാദറിന് ആവശ്യം അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കാതെ കളഞ്ഞിട്ട് ഇനി അവർ വരുവാണെങ്കിൽ അത് അവരുടെ ആവശ്യമാണ്. ഇനി വെറുതെ ആൾക്കാർ 4 വഴി കൂടി ആൾക്കാരോട് ഓരോന്ന് പറഞ്ഞ് വെറുതെ ഞങ്ങൾ അറിയിക്കാൻ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ശരിക്കുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്നെ അറിയാന്നുള്ളതാണ്. അപ്പൊ ഈ ആൾക്കാർ 4 വഴി കൂടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ കള്ളക്കഥകളാണ്, എല്ലാം വെറും തെറ്റായ കാര്യങ്ങളാണ്. ഇപ്പൊ അമ്മയും ചേട്ടനും ഇത്രയും നേരം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളരെ ശരിയായ സത്യമായ കാര്യങ്ങളാണ്. ഞാനും പലതും കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇപ്പൊ അമ്മയും ചാച്ചനും ആണെങ്കിൽ എന്റെ ഫാമിലിയാണ് എനിക്ക് വലുത്. അവർ തന്നെയാണ് എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ ഫാമിലിയാണ്, അമ്മയും അച്ഛനും ബാക്കി എല്ലാവരും തന്നെയാണ്. അപ്പൊ അവരെ പറ്റി വെറുതെ അനാവശ്യമായിട്ട് ആൾക്കാരൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല. അതെന്തായാലും വെറുതെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അമ്മയും ചാച്ചനും തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളിൽ അവർ തന്നെയാണ് അതിന് പറയാനുള്ള യോഗ്യരായിട്ടുള്ളവരും അവർക്ക് അതിനുള്ള അവകാശവും ഉണ്ട്. ഇനി ആൾക്കാർ എന്തൊക്കെ ഈ ചുറ്റിനൊന്നും ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കിയാലും അതൊരിക്കലും മാറാനും പോകുന്നില്ല. എനിക്ക് ഇനിയും സത്യം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ കണ്ടതും ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊന്നും എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ അമ്മയും ചേട്ടനും എന്തായാലും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സദ്ഗുരുവേ ശരണം.